വൽ അദാലത്തു. എന്താണ് അദാലത്ത്? ആദില, ഒരു മനുഷ്യൻ ആദിലാകും. ഇപ്പോൾ ആദിലാണോ അല്ലെന്ന് ഇപ്പം നമ്മൾ മനസ്സിലാക്കാം നമുക്ക്. ആ, മലക്കത്തുൻ, അതൊരു മാനസിക ഒരു കഴിവാണ്. എവിടെയാണ് ഉണ്ടാകുന്നത്? ഫിൽ ഷഖ്സി, ഒരു വ്യക്തിയിൽ. തെഹ്മിലുഹു, ആ മാനസിക സ്ഥിതി ഓനെങ്ങനെ പ്രേരിപ്പിക്കും? അലാ മുലാസമത്തി തഖ്വ, മുത്തഖിയായി തന്നെ ജീവിക്കലിനെ, മുത്തഖിയായി തന്നെ, തഖ്വയുള്ളവനായി തന്നെ നിർബന്ധ ബുദ്ധിയോടെ ജീവിക്കലിനെ പ്രേരിപ്പിക്കുന്ന ഒരു മാനസികമായ സ്ഥിതി. ആ, വൽ മുറുവത്തി, ഒരു മുറുവത്തും, മാന്യത. മുറുവത്തിൻ്റെ സംഗതി എന്താണ്? തക്കവൻ്റെ വേറെ എന്നാണ്. ഇപ്പോൾ ഒരാളിങ്ങനെ പോകുമ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ പെട്ടെന്ന് അതിലാണ് നിന്ന് കാണ്ട് ആ പിന്നെ അരിച്ചാലിക്കാണ് മൂത്രമൊഴിക്കാൻ ഒരുങ്ങും ആരും കാണുന്നത് ചടപ്പുണ്ടെങ്കിൽ അതിന് മുറുവത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ ഒന്ന് വാത്താൻ കഴിയൂല, അങ്ങനെ കഴിയുമോ? അതിന് മുറുവത്ത് എന്നാണ് അവന് പേര്. അപ്പം മുറുവത്തിൻ്റെയും തക്കുവൻ്റെയും ലാസിമാക്കലിൻ്റെ മേൽ പ്രേരിപ്പിക്കുന്ന ഒരു മലക്കൻ്റെ പേരാണ് അദാലത്ത്. അപ്പോൾ ആദിലാണെന്ന് പറഞ്ഞാൽ തക്കുവയും മുറുവത്തും മുറുകെ പിടിക്കാൻ ഓന് പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു സംഗതി മണ്ടൻ്റെ ഉള്ളിൽ ഓന് കൊടുത്തിന്. അങ്ങനത്തെ വ്യക്തിക്ക് എന്ത് പറയും? ആദിലാണ്. അദാലത്തുള്ള ആളാണ് പറയും. അപ്പം ചോദിക്കും, ഈ തഖ്വ പറഞ്ഞാൽ എന്താണ്? വൽമുറാദുബി തഖ്വ, തഖ്വ എന്ന് പറഞ്ഞാൽ ഇജ്തിനാബുൽ അഅമാലി സയ്യിഅത്തി, മോശമായ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കുക. എന്തൊക്കെ? മിന ഷിർക്കി, ഷിർക്ക് എന്ന വിശ്വാസം, വൽ ഫിസ്ഖി, തമ്മാടിത്തരം, വൽ ബിദ്അത്തി, ബിദ്അത്ത് എന്ന വിശ്വാസം. ബിദ്അത്ത് ഒരു വിശ്വാസമാണ്. ഷിർക്ക്, അള്ളാഹ് തുല്യനായിട്ട് മറ്റൊരു റബ്ബുണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരാണെന്ത്? ഷിർക്ക്. ദീനിൻ്റെ പുറത്തോണ പരിപാടിയാണത്. പിന്നെ അതുപോലെ തന്നെ ഫാസിക്കാകുക, നിസ്കാരം കള്ളാക്കുക. അതുപോലെ തന്നെ റമളാൻ മാസം അകാരണമായിട്ട് നോമ്പ് ഒഴിവാക്കുക, കള്ളുടിക്കുക, ലഹരി ഉപയോഗിക്കുക, അതൊക്കെ ഫിസ്ക്കാണ്. അതുപോലെ തന്നെ ബിദ്അത്ത്. ഈ ആദികളൊക്കെ ഒഴിവാക്കുകയാണ് തഖ്വ. പിന്നെ സഗീറത്തി, ചെറുദോഷം ഒഴിവാക്കണോ എന്ന കാര്യത്തിലുണ്ട് ഖിലാഫുൻ, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പോകുമ്പോൾ എന്നാണ് നോക്കി, അതിപ്പം ഒരു ചെറുദോഷമാണ്, അസ്തഗ്ഫിറുല്ലാഹ് ചെയ്ത് അതും കൂടി ഒഴിവാക്കണോ, ആ കാര്യത്തിൽ ഖിലാഫുണ്ട്. പിന്നെ ഒരു മുഖ്താറു അദ്മിസ്തിറാത്തി ഹി, അത് ഷർത്തില്ല എന്നുള്ളതാണ് പ്രബലം. ഏത്? ചെറുദോഷം ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒഴിവാക്കിയെങ്കിലേ അതിൽ ഒഴിവാക്കി തക്കവ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ എന്നില്ല. പിന്നെ ഇനി എന്താ കാരണം എന്നറിയത്? ഹുറൂജി അതിന് താക്കത്തി, കാരണം അത് മനുഷ്യ കഴിവിൻ്റെ പുറത്താണ്. ചെറുദോഷം ഒഴിവാക്കി അടക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മനുഷ്യന് കഴിയുന്ന കേസല്ല. അത് അമ്പിയാക്കൾക്കൊക്കെ പിന്നെ കഴിയും, നമ്മളെ പോലത്തെ എന്ത് ചോദിച്ചില്ല. ഒരാൾക്ക് ഒരു സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ചെറുദോഷം കൂടി ഒഴിവാക്കി അടയ്ക്കാനേ കഴിയൂല. പിന്നെ ഇല്ല ഇസ്രാർ അറിയുക, പക്ഷെ അതിൻ്റെ മേലെ നിത്യമാകാണെങ്കിലോ ഇത് ഇങ്ങനെ കുത്തിർന്നുകാണ്ട് ഇങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് പോയി കാണ്ട് പോകണമെങ്കിൽ നോക്കാനായിട്ട് കുത്തിരിക്കുകയാണെങ്കിൽ അത് കാര്യം വേറെ. അപ്പോൾ പിന്നെ അയിമ തന്നെ ആകുകയാണെങ്കിൽ പിന്നെ ചെറുദോഷം വാസാണ്. പിന്നെ കൗനിഹി, കാരണം ഈ ചെറുദോഷത്തുമ്മൽ തന്നെ നിത്യമകലായതിന് വേണ്ടി ഗംഭീരത്തൻ, അത് വലുതാകുന്നതിന് വേണ്ടി. ഇപ്പം പെൺകുട്ടിനെ നോക്കൽ ചെറുദോഷമല്ല വിചാരിച്ചു അയിമ തന്നെ പണിയാക്കിയാൽ പിന്നെന്താവും? അത് സ്ട്രോങ് വിഷയമാവും, ഗൗരവമാവും. പിന്നെ ഇനിയിപ്പോൾ ഈ മുറുവത്ത് ഈ മാന്യത എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അത് തനസുവാനിൽ ബയലിൽ ഹസായിസി, മനസ്സം കേട്ട അജ്ജി എന്ന് പറയുന്ന ചില കാര്യങ്ങളെ തൊട്ട് ഒഴിഞ്ഞിക്കണതിന് പേരാണെന്ത്? സംഗതി ആഹൃത്തക്ക് കുറ്റം കിട്ടേണ്ട ആവുന്നില്ല. ഇപ്പം ആരും മനുഷ്യൻ കാണാതെ വല്ല അടിച്ചാലിക്ക് ആഹൃത്ത് കാണാതെ ഈ ഭാഗത്ത് വിചാരിച്ചപ്പോൾ ആഹൃത്ത് വല്ല കുറ്റം കിട്ടാത്തതിൻ്റെ അപ്പം അല്ലെങ്കിൽ പക്ഷേ മനുഷ്യൻ കേട്ട മോശമാണത്. വൻ നക്കായസി, കമ്മികളും അല്ലത്തി യാതൊന്നായ ഈ ഖിലാഫ് മുക്തദൽ ഹിമ്മത്തി, ഒരു മനക്കരുത്തിൻ്റെയും ഒരു മുറുവത്തി മനുഷ്യത്വത്തിൻ്റെയും ഒരു മാന്യതയുടെയും തേട്ടത്തിൻ്റെ എതിരാണ് കാര്യം. അങ്ങനത്തെ മോശപ്പെട്ട സംഗതികൾ ഒഴിവാക്കുക. അത് വ്യക്തികൾക്ക് മാറും. പള്ളിയിലെ കാതിയാർ ഫാൻ്റെ കുപ്പായിട്ടാണ് പള്ളിക്ക് എന്തുണ്ടെങ്കിൽ ഇയാളെ മുറുവത്ത് പോകും. അത് തനി നാടനാ ചങ്ങായി വലിയ മൂല്യാര കേഷം കെട്ടിങ്ങാണ്ട് വന്നാൽ ഓനെ മുറുവത്ത് പോകും. ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. മിസിലു ബാദിൽ മുബാഹാത്തി ദനീയത്തി, മോശമായ ചില മുബാഹ കാര്യങ്ങളൊക്കെ പോലെ കൽ അക്കിലി വ ഷുർബി ഫി സൂക്കി, അങ്ങാടിയിൽ നിന്ന് തിന്നു കുടിക്കുകയും ചെയ്യും പോലെ. അപ്പം അങ്ങാടിയിൽ നിന്ന് തിന്ന് കുടിക്കുക എന്ന് പറഞ്ഞത് ഒരു ഓൻ്റെ മാനം പോണ പരിപാടിയാണ്. ഇപ്പം നമ്മളൊക്കെ ഇവിടേക്ക് പോവുകയാണെങ്കിൽ നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഒരു ടൗണിൽ നിന്ന് ചായ പിടിച്ചില്ല. എത്ര ആൾക്കാർ വിളിച്ചാൽ ഉസ്താദ് ചായ പിടിച്ചില്ല, പിടിച്ചില്ല. എന്താ കാരണം? അയമ്മായുമ്പോൾ ചോദിച്ചാൽ അത് ആർക്കൊരു ഇതുണ്ട് അതിനൊക്കെ. അയോട് പോവുകയാണെങ്കിൽ ദീർഘയാത്രയൊക്കെ പോകുമ്പോൾ ഭക്ഷണത്തിന് നേരമായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒളിമറിയുള്ള ഹോട്ടലിൽ കാര്യങ്ങാണ്ട് തിന്നാൻ നല്ല കവിഞ്ഞ് റോട്ട് കൊണ്ട് നടന്നുകൊണ്ട് കള്ളിയും കുറിച്ചിങ്ങനെ നടക്കുക, അല്ലെങ്കിൽ മടക്കി കുത്തിങ്ങനെ നടക്കുക. ആ ജാതി പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പോകും? സംഗതി ഹലാലായ കാര്യമാണെങ്കിൽ തന്നെ മുറുവത്ത് പോകും. പിന്നെ
പിന്നെ വംസാലി താലിക്ക പോലത്തൊക്കെ പോലെയും വെമ്പകി അത്യാവശ്യമാണ് അതിൻ്റെ വിവരമ അറിയപ്പെടല്. ഉം. ഉം. അന്ന അതിലെ റിവായത്തി രണ്ട് സൈസ് ആദിലിങ്ങളുണ്ട്. റിവായത്തിൻ്റെ അതിലും ഷഹാദത്തിൻ്റെ അതിൽ രണ്ട് അദാലത്തുണ്ട്. ഈ അതിലു റിവായത്ത് അമ്മുമിൻ അതിൽ ഷഹാദത്തി, ഷഹാദത്തിൻ്റെ അതിലിനേക്കാൾ ആമാണ്. അടിമനെയും പെണ്ണിനിക്ക് എന്തിനു പറ്റും? എന്തിനു പറ്റും? ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആയിഷ റളിയല്ലാഹു ഹദീസില്ലേ, ആയിഷ ബീവിന് എന്തിനു പറ്റൂല? കോടതിയിൽ പോയി സാക്ഷിക്കാം. മാസം കണ്ടു കാരണം സ്വീകരിച്ചാൻ പറ്റൂലല്ലോ. അപ്പോൾ രണ്ട് സൈസ് ഷഹാദത്തുണ്ട്. കോടതി സാക്ഷിക്കാൻ ആവശ്യമായ അദാലത്ത് വേറെ, ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ അദാലത്ത് വേറെ. അപ്പം ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യമാകുന്ന അദാലത്താവുമ്പോൾ അതിൽ മെമ്പർമാർ തോന്നുണ്ടാവും. കോടതി കയറി സാക്ഷിക്കണമെങ്കിൽ മെമ്പർമാർ ആൾ കുറച്ച് കമ്മിയാണ്. അത് ചോക്ക് എന്തുകൊണ്ടെന്നാൽ ഫൈന അദല ഷഹാദത്തി, കോടതി കയറി സാക്ഷിക്കാൻ ആവശ്യമായ അദാലത്ത് ആ അതിൽ മഖ്സൂസും ബിൽ ഹുർരി, അത് ഹുറിനെ കൊണ്ട് സ്വതന്ത്രന്മാരെ മാത്രം പറ്റുള്ളൂ. ഒരു അടിമയായ ആൾ ഞാൻ മാസം കണ്ടു പറഞ്ഞാൽ എന്ത് ചെയ്യൂല, അല്ലെങ്കിൽ ആ സംഭവത്തിന് സാക്ഷിയായിട്ട് കാരണം ജഡ്ജോനെ തള്ളും, അന്നെ സാക്ഷിക്കാൻ പറ്റൂല, അത് തള്ളും. പക്ഷെ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ മൂപ്പര് എന്തിനു പറ്റും? പെണ്ണിനും പറ്റും, അടിമനെയും പറ്റും. പിന്നെ അപ്പോൾ അതിലെ റിവായത്തി എന്ന റിവായത്തിൻ്റെ അതിൽ യശ്മലു അത് ഷാമിലാക്കും. ഇതിൽ ഇങ്ങനെ യസ്തമിലു എന്നായി, നിങ്ങളിൽ യശ്മലു എന്നുള്ളത് അത് മതി. യശ്മലു എന്ന് ഷെമിൽ യശ്മലു ആണ് ഫിൽ, അത് ഷാമിലാക്കും. ആരെ? ഹുറബല്ല അബ്ദ, ഹുറിനെ അത് ഷാമിലാക്കും. ഇനി എന്താണ് ലൊബത്ത്? വൽ മുറാദ് ബി ലൊബത്ത്, ലൊബത്ത് എന്ന് പറഞ്ഞാൽ ഹിഫ്ളുൽ മസ്മൂ, കേട്ടത് ഇങ്ങനെ മണ്ടയിൽ ശരിക്കും ഇങ്ങനെ റെഡിയാക്കി വെക്കണതിൻ്റെ പേരാണെന്ത്? അത് ചില ആൾക്കാർക്ക് ഭയങ്കര കഴിവായിക്കാറ്, ശരിക്കും നല്ല പവർ ഉണ്ടാവും എൻ്റെ മെമ്മറിക്ക്, മണ്ടയിൽ അവിടെ നിൽക്കും, പോകാതെ ഇങ്ങനെ നിൽക്കും. അങ്ങനെയുള്ള ആ സംഗതിക്ക് ഹിഫ്ളുൽ മസ്മൂഇൻ്റെ പേരാണെന്ത്? ലൊബത്ത് എന്നത്. ഇപ്പോൾ തസ്ബീത്തുഹു അൻ ഫവാത്തിബിൽ ഇഖ്തിലാൽ, നഷ്ടപ്പെടലിനെപ്പെട്ടും പിന്നെ കൊഴിഞ്ഞു പോകലിനെ തൊട്ടും അതിനെ ഉറപ്പിച്ച് നിർത്തുക എന്നതിൻ്റെ പരിപാടി. ബി ഹൈസ് എത്തമക്കനും ഇസ്തിലാരി, അതിനെ അവൻ ഹാജരാക്കാൻ പറ്റുന്ന വിധം ചോദിച്ചാൽ ഇങ്ങനെയാണ് എന്നോട് എൻ്റെ ഉസ്താദ് പറഞ്ഞത് എന്ന് ആ വാക്ക് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാൻ വയ്ക്കുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെക്കാനുള്ളതായ കഴിവ് ഒരാൾക്കുണ്ടായാൽ ലബത്തുണ്ട് എന്ന് പറയും. ലബത്ത് രണ്ട് ദിവസമുണ്ട്. ഡോഹോ കിസ്മാനി, ലബത്ത് രണ്ട് ദിവസമുണ്ട്. ലബത്ത് സ്വദരി വ ലബത്തുൽ കിതാബി, ലബത്തുൽ കിതാബുണ്ട്, ലബത്ത് സ്വദറുണ്ട്. ഒരാളെന്ത് ചെയ്താറോ ശരിക്കും ഇങ്ങനെ എഴുതിങ്ങാണ്ട് ഉസ്താദിലേക്ക് നിന്ന് കേട്ടത് ഫുള്ള് ഇങ്ങനെ എഴുതി റെഡിയാക്കി ഇങ്ങനെ വെച്ചു. ആര് ചോദിച്ചാൽ ഇത് ഇന്നാളിനാൾ എനിക്ക് പറഞ്ഞു തന്നതാണ്, ഇതൊരാളൊരാൾ പറഞ്ഞു തന്നതാണ്, ഇത് മറ്റേയാൾ പറഞ്ഞു തന്നതാണ്. കാരണം ശരിക്ക് പിന്നെ റെഡിയാക്കി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ വയ്ക്കുന്ന ലബത്ത് കിതാബ് കാരണം. ലബത്ത് സ്വദർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആക്കിക്കണതാണ്, ഇവിടെയാണ്. പക്ഷേ സ്വദര നഞ്ഞത് ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ ലബത്ത് സ്വദർ കാരണത് ശരിക്ക് പിന്നെ വൈശ് ലബത്ത് സ്വദരി, ലബത്ത് സ്വദർ എന്ന് പറഞ്ഞാൽ ബിഹിഫ്ലിൽ കൽബി വഈഹി, ഹൃദയം അത് മനപാഠമാക്കി വെക്കലും സൂക്ഷിച്ചു വെക്കലുമാണ്. ലബത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ സിയാനത്ത് ഹി ഇന്ദഹു, കിതാബ് ഓൻ്റെ സൂക്ഷിച്ചു വെക്കലാണ്. ചതിലൊന്നും പിടിച്ചാതെ മയൊന്നും കൊള്ളാതെ നഷ്ടപ്പെടാതെ കാത്തുക ഇതുവരെ ഇല്ല വക്തില്ലാതാവി തൻ്റെ ശിഷ്യനിലേക്ക് അത് പകർന്നു കൊടുക്കുന്നത് വരെ. അപ്പോൾ ശരിക്കും ഉസ്താദിലേക്ക് നിന്ന് കേട്ട ഹദീസ് ശരിക്കും മനസ്സിലാക്കിയിട്ട് എഴുതി റെഡിയാക്കി വെച്ചിട്ട് ആ ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കുന്നത് വരെ ആ കിതാബ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിൻ്റെ പേരാണെന്ത്? ലബത്തുൽ കിതാബ്. മറ്റേത് മണ്ടയിൽ നിർത്തുന്നതിൻ്റെ പേരാണെന്ത്? ലബ്തു സ്വദർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ അമ്മൽ അദാലത്തു, അപ്പോൾ അദാലത്ത് നിർവചനം എന്നാണ് പറഞ്ഞു കേട്ടോ. ഫൗജൂഹു ത്വഅനി അൽ മുതഅല്ലിഖത്തി ബിഹാ, മുതഅല്ലിഖത്തു ബിഹാ, അദാലത്തുമായി ബന്ധിച്ച് നിൽക്കുന്നതായ ആക്ഷേപത്തിൻ്റെ വജ്ഹുകളാവുന്നത്. അദാലത്തിനെ ബാധിക്കുന്ന ചില ആക്ഷേപങ്ങളുണ്ട്. ആ ആക്ഷേപം ഉണ്ടായാൽ പോയി വാദിക്കണം. എവിടേക്ക് പോയാൽ വാദിക്കുക? ഇയാളെ അദാലത്തിന് പോയാണ് വാദിക്കുക. അങ്ങനെയുള്ള ചില ആക്ഷേപത്തിൻ്റെ മാർഗങ്ങളുണ്ട്. ആ വഴികൾ ഹംസുൻ അഞ്ചാണ്. അൽ അവ്വലു അൽ കിദ്ബു, ഒന്ന് നുണ പറയൽ. വസ്താനി രണ്ടാമത്തത് ബിത്തിഹാമിഹി ബിൽ കിദ്ബി, റാവിയെ കളവ് കൊണ്ട് ധരിക്കൽ. അസ്സാലിസ് മൂന്നാമത് ബിൽ ഫിസ്ഖി, തമ്മാടിത്തം കൊണ്ട്. വറാബി നാലാമത് ബിൽ ജഹാലത്തി, റാവി മജ്ഹൂലാകൽ കൊണ്ട്, ആരാന്ന് മനസ്സിലായില്ല. വൽ ഹാമിസു അഞ്ചാമത് ബിൽ ബിദഅത്തി, മുബ്തദി ആയതുകൊണ്ട്. ഈ അഞ്ച് പുഴുക്കുത്തുണ്ടായാൽ അത് എവിടെ പോയതിനെ ബാധിക്കും? അദാലത്തിനെ ബാധിക്കും. വൽ മുറാദു ബി കിദ്ബി റാവി, തലക്കെന്ന് കൊണ്ടുവരികയാണ്. അഞ്ചു പറയണ്ടേ? തലക്കെന്ന് പറഞ്ഞുകൊണ്ടിരാ. ഈ റാവി കാദിബാക എന്ന് പറഞ്ഞാൽ
അന്നഹു സബത്ത കിദ്ബുഹു, ആ വ്യക്തി കളവ് പറയിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടാകുക എന്നാണ് ഫിൽ ഹദീസിൻ നബവിയ്യി. അല്ലാതെ മൂപ്പർ പെണ്ണുങ്ങൾ കെട്ടിയോളോട് പറഞ്ഞത് നല്ല പറയണേ. പിന്നെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലാത്തത് തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ആ നബവിയായ ഹദീസിൽ കളവ് പറയാ. പിന്നെ ഞാൻ ഇങ്ങനെ തിരിയാ ഇമ്മാബി ഖറാരിൽ വാളി, ഇവിടെ വാളി ഗാദിബ് എന്ന് പറഞ്ഞിട്ടോ, ആ ഉണ്ടാക്കി പറഞ്ഞോ തന്നെ അംഗീകരിക്കലുണ്ട്. ഞാനങ്ങനെ ഉണ്ടാക്കി പറഞ്ഞത് ഇനി ഓൻ തന്നെ പിന്നെ പറഞ്ഞു. എന്നിട്ട് തോപ നന്നാണോ ഉണ്ടാവും വിചാരം. ആ വിട്ടേ ഔബിവായി ദാലിക്കമില ഖറായിനി, അല്ലെങ്കിൽ മറ്റു വല്ല മാർഗങ്ങളിലൂടെയും. ആ മറ്റു മാർഗങ്ങൾ എന്തിനാൽ പല അടയാളങ്ങളാലും. പിന്നെ ഹദീദുൽ മദ്ഊനി ബിൽ കിദ്ബി, ഈ കിദ്ബ് കൊണ്ട് ആക്ഷേപിക്കപ്പെട്ടവൻ്റെ ഹദീസിന് യുസമ്മ മൗളൂഅൻ, ഓൻ്റെ പേരെന്താണ്? ആ ഹദീസിൻ്റെ പേര് മൗളൂ എന്നാ. അല്ലാതെ ഇവർ പറഞ്ഞ മാതിരി വിദഗ്ധരുടെ മാതിരി മൗളൂ എന്ന വ്യാജ നിർമ്മിതം അങ്ങനെ പറയരുത്. വെറുതെ ഓരോ മലയാളം ഉണ്ടാക്കി തന്നെ, അങ്ങനെയൊന്നും അല്ല. നബവിയായ ഹദീസിൽ ജീവിതത്തിൽ ഒരിക്കൽ കളവ് പറഞ്ഞ് സ്ഥിരപ്പെട്ടവൻ പിന്നെ എത്ര ഹജ്ജ് ചെയ്താലും എത്ര നിസ്കരിച്ചാലും ഖുർആൻ ഓതിയാലും ദിക്റില്ലാലും ഓക്കെ ഓൻ്റെ മരണം വരെ തൊള്ളയിൽ നിന്ന് വരുന്ന ഹദീസിൻ്റെ ഒക്കെ പേരെന്താണ്? മൗളൂ എന്ന. ചില ഹദീസ് സ്വഹിയാണ് ഈ കാരണം, പക്ഷേ ഹദീസിൻ്റെ പേര് വീണു. മോൻ്റെ വായിലൂടെ ഒന്ന് വന്നാൽ കഴിഞ്ഞെന്ത് വരും? മൗളൂ എന്ന് പേരാണ്. പിന്നെ വമൻ ഒരുത്തൻ സബത്ത അൻഹു തഅമ്മുദുൽ കദിബി ഫിൽ ഹദീസി, മുത്തനബിൻ്റെ ഹദീസിൽ കളവ് പറയൽ കരുതി കൂട്ടി സംഭവിക്കുക എന്നുള്ളത് ഒരാളെ തൊട്ട് സ്ഥാപിത്തായാൽ, ആ വൈൻകാനഫിൽ ഒമ്പി മറ, ആയുസിൽ ഒരേ ഒരു തവണ മാത്രമാണ് സംഭവിക്കൽ എന്നാലും, ആ വൈൻ താപമിന്താലിക്ക, ഓ അതിനെ തൊട്ട് തൗബ ചെയ്ത് നന്നായാലും ലം യുഖ്ബൽ ഹദീസുഹു അബദാ, ഓൻ്റെ ഹദീസ് ഇനി ഒരിക്കലും സ്വീകരിക്കൂല. ബിഖിലാഫി ഷാഹിദി സൂർ, കള്ളസാക്ഷിക്കല്ലിക്ക് മാറി. കോടതി പോയി കാണ്ട ഒരാൾ കള്ളസാക്ഷി നിന്നാലോ, ഇതാ താബ, തൗബ ചെയ്താൽ, കള്ളസാക്ഷി നിന്നോ തൗബ ചെയ്ത് നന്നായി കാണ്ട് ഞങ്ങൾ കുറച്ച് കാലം ഓനെ നല്ല നടപ്പും ഓൻ്റെ ശൈലി ജീവിതശൈലി നോക്കുമ്പോൾ ആൾ ഒരു സ്വയഹായി മാറി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഓൻ കോടതി സാക്ഷിക്കാനൊക്കെ പറ്റും. ഒരാൾ നിസ്കാരമൊക്കെ ആളാക്കിയായിരുന്നു, ഇനി ഖിയാമത്ത് വരെ ഓൻ്റെ മാളെ കെട്ടിക്കാൻ അവകാശമില്ല എന്ന് നമ്മൾ പറയില്ല. പിന്നെ ഓൻ തൗബ ചെയ്ത് നന്നായി എന്ത് ചെയ്യും? തൗബ ചെയ്ത് നന്നായി കണ്ടൊരു കൊല്ലം ഇസ്തിഗ്ഫാർ കഴിഞ്ഞാൽ ഓൻ നമ്മൾ എന്ത് ചെയ്യും? മോളെ കെട്ടിക്കാനുള്ള അവകാശം തിരിച്ചു വിടൂലേ? സാക്ഷിക്കാനൊക്കെ പോലെ പറ്റുമല്ലോ. ഇവൻ അങ്ങനെ പറ്റൂല. ഇവൻ എത്ര ഓൻ സുജൂദ് കടന്നു കാര്യം ഒഴിച്ചാലും ഓൻ നമ്മൾ എന്ത് ചെയ്യൂല? ഓൻ്റെ അതിഥിഞ്ഞ് സ്വീകരിച്ചില്ല അബദൻ. പിന്നെ വായിച്ചു ഫൽമുറാദു ബിൽ ഹദീസിൽ മൗളൂഇ, അതുകൊണ്ട് മൗളൂ ആയ ഹദീസ് എന്നോണ്ടുള്ള ഉദ്ദേശം ഫിസ്തിലാഹിൽ മുഹദ്ദിസീന ഹാദ, മുഹദ്ദിസീങ്ങൾ ഇസ്തിലാഹിൽ ഇതാണ്. പിന്നെ എന്തല്ല, ലാ അന്നഹു, നിശ്ചയം ആ വ്യക്തിയാണ് എന്നല്ല, സബത്ത കിദ്ബുഹു ഉലിമദാലിക്ക, അവൻ്റെ കളവ് പറയലും സാബിത്താവുകയും അത് ഉറപ്പിക്കപ്പെടുകയും ചെയ്തതിന് എന്നല്ല, ഫി ഹാദൽ ഹദീസ് ബി ഖുസൂസിഹി, ഈ ഹദീസിൽ അതിനെ ഹസാക്കിക്കൊണ്ട്. ചിലർ അങ്ങനെ മനസ്സിലാക്കി മൗളൂ ഹദീസ് പറഞ്ഞാൽ ഈ ഹദീസ് മൗളൂ ആണ് പറഞ്ഞാൽ ഈ ഹദീസ് എങ്ങനെ പറഞ്ഞിട്ടാക്കിയതാണ്, റസൂലുള്ളാഹി പറയാതെ പറഞ്ഞിട്ടാക്കിയാണ് എന്നല്ല. പിന്നെയോ ഇങ്ങനത്തെ സംഭവം ജീവിതത്തിൽ ഉണ്ടായ ഒരു വ്യക്തിൻ്റെ വായിൽ നിന്ന ഹദീസ് നടത്തുള്ളൂ. മനസ്സിലായില്ലേ? ഈ കുട്ടിക്ക് മനസ്സിലായില്ലേ പറയുന്നത്? ആ ഒരു മസ്അല, ഏതായാലും മസ്അല ദന്നിയ യഖീനൊന്നുമല്ല. നമുക്കിപ്പോൾ ഒരു ഹദീസ് മൗളൂ ആണെന്ന് പറഞ്ഞാൽ ആ ഹദീസ് ഇത്തരം ആളുകളിൽ നിന്ന് വന്നാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ്, യഖീനൊന്നും അല്ല. എന്തുകൊണ്ട്? നമുക്ക് തന്നെയാണ് ശരി, നമുക്ക് മസല പിടിച്ചാൻ പറ്റുന്നില്ല കേട്ടോ അത് ഹദീസ് കൊണ്ട്. ഹദീസ് സംഗതി തന്നെയാണ്. എന്തുകൊണ്ട്? വായിച്ച് കാരണം മൗളൂ നുണ പറയുക, നിന്ദാത്ത് ഉണ്ടാക്കി പറയുക എന്നുകൊണ്ടുള്ളൊക്കെ വിധി ഹുക്മിൽ ലന്നിൽ ഗാലിബി, മികച്ച ഭാവന കൊണ്ടാണ്. വലൈസയിൽ ഖത്ഈ വൽ യഖീനി, തർപ്പിച്ച് പറയലേക്കും ഉറപ്പിക്കലിലേക്കും ഇല്ല. ബിദാലിക, കിദിബ് കൊണ്ടുള്ള യഖീനിലേക്കില്ല. സബീലുൻ, മാർഗമില്ല. കാരണം ഫൈനൽ കദൂബ ഖദ് യസ്ദുഖു, കാരണം പെരുന്നുണയനും ചിലപ്പോൾ നുണ സത്യം പറയല്ലോ. ഒരാൾ പെരുന്നുണ പറഞ്ഞാലാണെങ്കിൽ ചിലപ്പോൾ സത്യം പറയില്ലേ. ഒരാൾ പെരുന്നുണ പറഞ്ഞ ആളാണെങ്കിൽ ചിലപ്പോൾ എന്ത് പറയും? സത്യം പറയാമല്ലോ. പിന്നെ
ഒബിഹാദ എന്തഫ്യൂമാക്കിയില്ല. അപ്പം നമ്മളെന്താ പറഞ്ഞത്? ലന്നിയാണ് എന്നാ പറഞ്ഞത്. ലന്നിയാണ്, യക്കീനി അല്ല. ആയതുകൊണ്ട് ഇന്ദഫ തട്ടിപ്പോയി. എന്ത് ഇവിടെ മാക്കീല തട്ടിപ്പോയി. എന്താ മാക്കീല ഫി മാരിഫത്തിൽ വൽത്തി ബിഖറാരിൽ വാദിഇ. ഈ നുണ പറഞ്ഞോൻ്റെ അംഗീകാരം കൊണ്ട് നുണ മനസ്സിലാക്കുന്നതിൽ പറയപ്പെട്ട ഒന്ന് എന്ത്? അന്നഹു യജൂസു യകൂന കാദിമ ഫി ഹാദിൽ ഇഖ്റാരി. ഈ ഇഖ്റാരിൽ നിന്ന് കളവ് പറഞ്ഞ് ജായിസാകാമല്ലോ എന്ന മാക്കീല തട്ടിപ്പോയി. നമ്മൾ രണ്ട് മാർഗ്ഗമാണ് പറഞ്ഞത്. ഇയാൾ നബുയാദി നുണ പറഞ്ഞു നിറയെ രണ്ട് മാർഗ്ഗമാണ് പറഞ്ഞു. ഒന്ന് കോന്തൻ അംഗീകരിക്കുക, ഞാൻ പണ്ട് അങ്ങനെ പറഞ്ഞുണ്ടാക്കീനി, അല്ലെങ്കിൽ വേറെ മാർഗ്ഗം കരായിനോണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് മാർഗ്ഗം, ഒരു മാർഗ്ഗം പറഞ്ഞപ്പോൾ എന്താ ഓന്തൻ അംഗീകരിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഓന്തൻ അംഗീകരിക്കാൻ തന്നെ പറ്റൂലല്ലോ. കാരണം ഇത് നുണയാണെങ്കിലോ, ഞാൻ നാളെ മുത്തനബി പറയാത്തത് ഞാൻ പറഞ്ഞീനു പറഞ്ഞു. ഒപ്പ പറഞ്ഞാണെങ്കിലോ എന്നാൽ ശരി, ഒപ്പ പറഞ്ഞൂടെ. ആ ഒരു സാധ്യത പറഞ്ഞുകാണ്ട് ഇക്കറാറോണ്ട് എന്ത് കിട്ടൂല, വലുത് സാബിത്താവൂല എന്ന് ചിലവർ പറഞ്ഞു. ഇനി ഞങ്ങൾ മറുപടി എന്താ അറിയോ? അത് ഞങ്ങൾ ആദ്യം യക്കീനിയ എന്നല്ല പറയുന്നത്, ലന്നിയാന്നാണ് പറഞ്ഞത്. ലന്ന് ഇതുകൊണ്ട് കിട്ടും. വായിച്ച് ഫൈനഹുദിച്ചോട്ട് കാര്യം യൂറഫ് സിദ്ഖുഹു. ഇവ ഇപ്പം പറഞ്ഞ ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഗാലിബി ലന്നി, മികച്ച ഭാവന കൊണ്ട്. ഇപ്പം ഞങ്ങൾ പറഞ്ഞ പിന്നെ ഞാൻ ഇപ്പം സത്യം പറയുന്നതുകൊണ്ട്. കാരണം ഒരാൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു ഞാനത് വെറുതെ പറഞ്ഞ ഇനിന്ന് അല്ല. ഓ പിന്നെ ഓൻ പറയാണ് ഞാൻ അന്ന് ഉണ്ടാക്കി പറഞ്ഞത് ഇനിന്ന്. ഓൻ പറയണത് എന്താ നിങ്ങൾ ആരെങ്കിലും ഇന്നെ പറ്റി ഇല്ലാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ നരകത്തേക്ക് ഓൻ സീറ്റ് തയ്യാറാക്കിക്കോട്ടെ എന്ന് ഗൗരവമുള്ള തെറ്റാണ്. ആ തെറ്റ് ഓൻ ചെയ്യാതെ ഓനെ പറ്റി ചെയ്തെന്ന് തോന്നിയില്ല. അങ്ങനെ ഗൗരവമുള്ള തെറ്റോ ചെയ്യാതെ എന്തെയില്ല, തെറ്റിന്നോ പറയില്ല. അപ്പം ഈ പിന്നെ ഏതാ സാധ്യത? ഇപ്പം പറഞ്ഞത് ശരിയാകാനാണ് സാധ്യത ഉള്ളത്. അപ്പോൾ മികച്ച തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്ത്? ഒപ്പം പറഞ്ഞത് ശരിയാണ്, കള പറഞ്ഞു റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞിന് എന്നുള്ളതാണ് ശരി, ഇപ്പം പറഞ്ഞത് ശരിയാണ്. ഉലാദാലിക്ക. അങ്ങനെ കൊണ്ട് ഇങ്ങനെ നുണ പറയുന്നവർ ചിലപ്പോൾ ശരി പറയും എന്നിട്ട് ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇല്ല മാസാക ജാഹിദാവൂലല്ലോ. കത്തുലിൽ മുക്കറ്റിബിൽ കത്തിരി കൊല കൊണ്ട് അംഗീകരിച്ചോനെ കൊല്ലാൻ പറ്റൂലല്ലോ. ഒരാൾ വന്നുകാണ്ട് ഞാൻ ഓനെ കൊന്നിരിക്കുന്നു എന്ന് അംഗീകരിച്ചാലും ഓനെ നമ്മളെന്ത് ചെയ്യും? കോടതി എന്ത് വിധിക്കും? കൊന്നതിന് പകരം കൊല്ലാന്ന് വിധിക്കുമല്ലോ. എന്നാൽ പിന്നെ നുണയിക്കൂടെ സാധ്യത അവിടെയില്ലേ? അതുപോലെ തന്നെ വലാ റജുബിൽ മുഅത്തരിഫി ബിസ്സന, വ്യഭിചാരം കൊണ്ട് അംഗീകരിച്ചോനെ എറിഞ്ഞൊല്ലാൻ പറ്റൂല എന്ന് വരൂലേ? ഒരാൾ ഞാൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞോനെ നമ്മൾ എറിഞ്ഞൊല്ലാം കോടതി വിധിക്കുന്നുണ്ടല്ലോ. എന്നാൽ അത് നുണയിക്കൂടെ സാധ്യതയോടല്ലേ അത് നമ്മൾ പറഞ്ഞത്. ഒപ്പം പറഞ്ഞത് നുണയാകാനായ മികച്ച ധാരണ നമുക്കുണ്ട്. അല്ലാതെ ഒരാൾ വ്യഭിചരിക്കാത്ത ഒരാൾ ഞാൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാന്നുള്ളത് വളരെ അപൂർവ സംഭവമാണ്. അപ്പോൾ വ്യഭിചരിക്കാൻ ധൈര്യമുള്ള ഒരാൾക്ക് നുണ അറിയാൻ ധൈര്യം ഉണ്ടാവില്ല. ആൾക്ക് ശരി തന്നെയാണ്. വ്യഭിചാരം തന്നെ വലിയ തെറ്റും നുണ അറിയാൻ ചെറിയ തെറ്റൊക്കെ ആണെങ്കിൽ കാരണം വ്യഭിചാരം നല്ല തെറ്റ് ചെയ്യാൻ ധൈര്യമുള്ളവന് പിന്നെ ഇപ്പം നുണ അറിയാൻ ധൈര്യം ഉണ്ടാവില്ലേ? നുണ ധൈര്യം ഉണ്ടാവും. പക്ഷേ ഇപ്പം നമ്മൾ സത്യം പറഞ്ഞത് ഞങ്ങൾ മികച്ച ധാരണ നമുക്ക് അവന് പറ്റിയിട്ടുണ്ട്. അതന്നെ മറുപടി. പിന്നെ ഫഹം ഞാൻ പറഞ്ഞതല്ലോ മനസ്സിലായിക്കോ. ഇനി അമ്മത്തിഹാമുർ റാവി. ഈ രണ്ടാമത്തെ ഇപ്പോൾ കരിബ് കഴിഞ്ഞു. രണ്ടാമത്തെ ഏതാണ്? ഇത്തിഹാമ്. ഇത്തിഹാമുർ റാഹിബി കദിബി. കദിബ് കൊണ്ട് റാവിനെ ഇത്തിഹാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫബി അയ്യക്കൂന ബാന എന്ന് വായിച്ചരുത് കേട്ടോ. ഫബി അയ്യക്കൂന മഷൂറം ബിൽ കദിബി. ഒരാൾ കാദിബാണോ എന്നുകൊണ്ട് നാട്ടിലാകെ പാട്ടാകലാണ്. എങ്ങനെ നാട്ടിൽ അങ്ങനെ ശുഭ്രത്തിനോ ഒന്നോണറിയുന്നത്. ആ പിന്നെ മഅറൂഫും ബിഹി ഫി കലാമിന്നാസ്. പൊതുജന സംസാരത്തിൽ അങ്ങനെ ഓൻ കദിബോണ്ട് അറിയപ്പെട്ട ഒരാളാണ്. എന്നാൽ വല മിസ്ബത്ത് ഗദിബുഹുഫിൽ ഹദീസ് നബവി. എന്നാൽ ഇന്നേ വരെ മുത്തനബിനെ പറ്റിയോ മറ്റൊന്നും ചെയ്തിട്ടില്ല വരെ എന്ന് പറഞ്ഞാൽ സ്ഥാപിതമായിട്ടൊന്നുമില്ല. ഓൻ നോണ കാടി പോയി ഇങ്ങനെ ഉത്തർക്കും. ഓൻ അങ്ങനെ വർത്താനം അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ കാളി നമാസിയും വർത്താനം നോണയൊക്കെ അങ്ങനെ പറയും. അങ്ങനത്തെ ഒരാളാണ്. പിന്നെ വഫീ ഹുക്മിഹി. ഇനി ഇവൻ്റെ ഇതേ വിധി തന്നെയാണ് റിവായത്തുമാ ഒന്നിന് റിപ്പോർട്ട് ചെയ്യലും യുഹാലിബ് കവായിദ മാലൂമത്തൻ ലറൂരിയത്തൻ ഫിഷറായി. ഷറഅല് ലറൂറത്തെന്നറിയപ്പെട്ട കായതകൾക്കെതിരായ ഒന്ന് റിപ്പോർട്ട് ചെയ്യലും. ഇപ്പം മഗ്‌രിബ് 3 റക്അത്താന്നുള്ള കാര്യം ഇപ്പം ലറൂറത്ത് അറിയപ്പെട്ട കാര്യമാണ്. ഓരോ ഹദീസ് ഉണ്ടാക്കി. നബി ഹദീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. പറയണ റസൂലുള്ള പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് മഗ്‌രിബ് 4 റക്അത്താണ് എന്ന് പറഞ്ഞു ചോളി. അതിന് നമ്മളെന്താക്കി കൂട്ടും? ഞങ്ങൾ ഈ ഒപ്പിക്കാറില്ല. കാരണം നബി ഹദീസ് ഉറപ്പാണെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല. നബി ഹദീസിൽ പറഞ്ഞതായിട്ട് നമുക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷെ നാട്ടിൽ നുണ പറഞ്ഞ സ്ഥാപിതായ ഒരാളെ സ്ഥാനത്തേക്ക് ആര് നിൽക്കുള്ളൂ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിന് നിങ്ങൾക്ക് വേഗം തിരിയാൻ വേണ്ടിയാണ് 3 റക്അത്ത് 4 റക്അത്ത് മഗ്‌രിബ് സൈഡ്. അല്ലാതെ അത് അന്ന് പോലും പറയില്ല കേട്ടോ. പിന്നെ കഥാ കീല. ഇപ്പം ലാസ്റ്റത്തെ കീല ഏത്?
ലറൂറത്ത് എന്നറിയപ്പെട്ട കാര്യത്തിന് എതിരായ ഒരു കാര്യത്തെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഇത്തിഹാം ഖുറാബിൻ്റെ പോസ്റ്റിക്ക് വരും എന്നത് കീഴിലാണ്. പിന്നെ ഒയ്സമ്മ ഹാദുൽ കിസ്മു മത്രൂക്കൻ, ഇപ്പത്തിൻ്റെ പേരെന്താണ്? മത്രൂക്ക് എന്നാണ്. അപ്പം കെദിബ് കാദിബിൻ്റെ ഹദീസിൻ്റെ പേരെന്താണ്? മൗളൂഅ്. ഇത്തിഹാമുൽ കെദിബുള്ളവൻ്റെ ഹദീസിൻ്റെ പേര് മത്രൂക്ക്. അവൻ്റെ ഹദീസിൻ്റെ പേര് മത്രൂക്ക്. കമായി കാലു പറയപ്പെടും പോലെ ഹദീസു മത്രൂക്ക്, ഫുലാനും മത്രൂക്കുൽ ഹദീസ്, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ ഹാദ റജുലു, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ ചങ്ങായി നാട്ടിൽ ഇങ്ങനെ കാദിബാണോ എന്ന് മഷൂറായ ചങ്ങായി, ഇൻ താബ വസഹദ് തോബത്തുഹു, ഓൻ പരിപാടിയൊക്കെ മതിയാക്കിയാണ് തോബ നന്നാക്കാൻ തിരിഞ്ഞാൽ, ആദ്യം അങ്ങനെ എന്ത് ചെയ്തില്ലേ, ഇനി ഉണക്ക് പറഞ്ഞിട്ടുണ്ടായിനി, പിന്നെ ആ പരിപാടിയൊക്കെ മതിയാക്കി ഉംറൊക്കെ ഒന്ന് പോയി എന്ന് കാണ്ട് പിന്നെ മുസാബോധി വള്ളിക ഉത്തരക്കലാണ്, അങ്ങനെ അങ്ങാടി കറങ്ങൽ വർത്താനം പറയലൊന്നും അങ്ങനെ സൂട്ടാക്കലൊന്നുമില്ല. എന്നാൽ അപ്പോൾ ലഹറത്ത് അമാറാത്തു സിദ്ദിഖി മിൻഹു, ഓനിൽ നിന്ന് സത്യത്തിൻ്റെ അടയാളങ്ങളൊക്കെ ഒളിവാകുകയും ചെയ്താൽ ജാത സമാവുൽ ഹദീസി, ഇനി ഓനക്ക് ഹദീസ് സ്വീകരിച്ചാക്കാൻ പറ്റും. എന്നാൽ വല്ലതിയൊക്കെ മിന്നൽ കദിബു അഹയ്യാനൻ നാദിറൻ, ഈ അസൂര്യാര മാതിരിയാണ്. വല്ലപ്പോഴും അപൂർവമായിട്ടൊക്കെ കളവ് സംഭവിക്കുന്ന ചില ആളുകളുണ്ടാവും. ഈ കലാമി തൻ്റെ സംസാരത്തിൽ വല്ലപ്പോഴും മനുഷ്യന്മാരല്ലേ, വല്ലപ്പോഴും ചിലപ്പം സൗകര്യത്തിൽ പോരാൻ ചിലപ്പോൾ കഴിച്ചിടാൻ വേണ്ടി എന്തെങ്കിലും ചെറിയ നുണയൊക്കെ സൂട്ടാക്കും. അങ്ങനത്തെ ആൾക്കാർ അത് തന്നെ ഇവിടെ ഫി വൈരി, ഇവിടെ വൈറൽ ഹദീസിൻ നബവി, നബി ഹദീസിലൊന്നും പറയില്ല കേട്ടോ, നുണഞ്ഞാൽ റസൂലുള്ളാഹിനെ സൂട്ടാക്കൊന്നുമില്ല. അതിലൊക്കെ നല്ല പേടിയുണ്ട്. ഹദീസ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആളുടെ കഴിച്ചിടാൻ വേണ്ടി കണ്ട് അങ്ങനെയൊക്കെ സൂട്ടാക്കുന്ന ആൾക്കാർ ഫദാലിക വൈറു മുഅസ്സിരിൻ ഫീ തസ്മിയത്തിൽ ഹദീസി ബിൽ മൗളൂഇ വൽ മത്റൂക്ക്, ഓൻ്റെ ഹദീസിന് മൗളൂഇ മത്റൂക്ക് എന്ന് പേര് പറയുന്നതിൽ ഫലം ചെയ്യുന്നതല്ല. മനസ്സിലായില്ലേ? ഓൻ്റെ ഹദീസ് എന്ത് പറയില്ല, മൗളൂഇ എന്നും പറയില്ല, ഓനൊക്കെ സ്വഹീഹായ ഹദീസിൻ്റെ ആളാണ് അവരൊക്കെ. കാരണം എന്താ അത് പറഞ്ഞു. പിന്നെ വൽക്കാരത്ത് മാസിയത്തൻ, സംഗതി കാട്ടിയത് തെറിയാണെങ്കിലും ശരി, സംഗതി തെറ്റെന്നോ ചെയ്തതൊക്കെ, നോണ ചെറുത്ത് പറഞ്ഞാലും വലുത് പറഞ്ഞാലും ഹറാം തന്നെയല്ലേ. പിന്നെ അടക്കട്ടാനും ആന കെട്ടാനും കള്ളം തന്നെയല്ലേ. അമ്മൽ ഫിസ്കു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ അമ്മൽ ഫിസ്കു, അപ്പോൾ ഫിസ്ക്, ഫൽ മുറാദു ബിഹി, അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് അൽ ഫിസ്കു ഫിൽ അമലി, കർമ്മത്തിലെ ഫിസ്കാണ്. ഫിസ്ക് പറഞ്ഞാൽ വിശ്വാസത്തിലെ ഫിസ്കും ഫിസ്ക് തന്നെയാണ്, കർമ്മത്തിലെ ഫിസ്കും ഫിസ്ക് തന്നെയാണ്. ഇവിടെ ഉദ്ദേശിച്ചത് ഏതാണ്? അമലിലെ ഫിസ്കാണ്. എന്തുകൊണ്ട്? അതുപോലെ ഇത്തിഖാദിനെ കൂടാതെ ലി അന്ന ദാലിക ദാഖിലുൻ ഫിൽ ബിദ്അത്തി, കാരണം ഈ വിശ്വാസത്തിൽ വരുന്ന ബിദ്അത്തിന് ശേഷം ചർച്ച ചെയ്യാൻ പോകുന്ന ബിദ്അത്തിൽ പെട്ടിട്ടുണ്ട്. കാരണം അഞ്ചാമത്തെ ബിദ്അത്ത് നിങ്ങൾ കിസ്മി വായിക്കാൻ പോകണ്ടല്ലേ, കെദിബ് ഇത്തിവാമ്പിൽ കെദിബ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ പോലെ അവസാനം പറഞ്ഞത് പറയുന്നുണ്ട്, ബിദ്അത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഫിസ്ക് നേരത്തെ ഒഴിവാക്കിയത്, ഇത്തിഖാദ് ഒഴിവാക്കിയത്. അക്തറുമായി ഇസ്താമൽ ബിദ്അത്തു, അതിന് പുറമെ ഈ ബിദ്അത്തിനെ എന്ന കലിമത്തിനെ ഉപയോഗിക്കപ്പെടുന്നതിൽ അധികവും ഫിൽ ഇത്തിഖാദി, വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണ്. ഓൻ ബിദ്അത്താണ് കാരണം അവന് വിശ്വാസം പയച്ചെന്ന് മാനാക്കാൻ നമ്മൾ പറയില്ലേ, ബിദ്അത്താരെ പറ്റി നമ്മൾ ബിദ്അത്താരാന്നറിയും. അതിൻ്റെ അർത്ഥം എന്താണ്? ഓൻ കള്ളുടിച്ചലുണ്ട് എന്നല്ല, പിന്നെ ഒരു വിശ്വാസം പാളീന് എന്നർത്ഥം. പിന്നെ വൽ കിദ്ബു, കിദ്ബ് വൈകാന ദാഖിലം ബിൽ ഫിസ്കി, സംഗതി അത് ഫിസ്കിൽ പെട്ടത് തന്നെയാണെങ്കിലും കളവ് പറയാൻ നേരത്തെ നീ നമ്മൾ ഒന്ന് കദിബ്, രണ്ടാമത്തെ ഇത്തിഹാമുൽ കിദ്ബ്, ഇങ്ങനെ പോകുന്നത് ഈ കദിബിൽപ്പെട്ട തന്നെയാണ്, ഫിസ്കിൽപ്പെട്ട തന്നെയല്ലേ, ഫാസിക്കാവുന്ന തെറ്റിപ്പെട്ട തന്നെയാണ് ഏതും കളവ് പറയാനതും. അങ്ങനെയാണെങ്കിൽ തന്നെയും ലാക്കിൻ്റെഹും അദ്ദൗഹു എന്ന് വായിക്കരുത് കേട്ടോ, അദ്ദൗഹു എന്ന് വായിക്കരുത്, അദ്ദൂഹു എന്ന് വായിക്കണം. അദ്ദൗഹു എന്ന് വായിച്ചാൽ അർത്ഥം തരോ, ഒരു ഒറ്റ കടത്തിന്നാവും. അദ്ദൂഹു ആണ് എണ്ണി എന്നർത്ഥം, ഇവിടെ ആ അർത്ഥത്തിനാണ്. അദ്ദൂഹു, ഈ കിദിബിനെ അവർ എണ്ണി, അസ്ലൻ ഒരടിത്തറയായി എണ്ണി, അലാഹിദത്തിൻ വെവ്വേറെ, ഏതിൽ പെടുത്താതെ, ഫിസ്കിൻ്റെ ഉള്ളിൽ പെടുത്താതെ. അങ്ങനെ വേണ്ടി കിദിബ് തിയാമ്പിൽ കദിബ് അങ്ങനെ പോയി അങ്ങനെയാണ്. അപ്പം അതിൽ പെടുത്താതെ എണ്ണി ലി കൗനി ത്വയ്നി ബിഹി, കാരണം കിദിബ് കൊണ്ടുള്ള ആക്ഷേപമായതിന് വേണ്ടി, അശുദ്ധഭാഗലുള്ള ഗൗരവവും കടുഗൗരവവുമായതിന് വേണ്ടി. കാരണം നമ്മളെ ചർച്ച എന്താ, ഹദീസിൻ്റെ ബാബിൽ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ ചർച്ച വരാൻ പോണത്. അപ്പോൾ അത് ലിസാൻ കൊണ്ടാണ് ഏത് ആദ്യം നടക്കൽ, ഈ കളവ് പറയാന്നുള്ളത് നടക്കൽ. ഹദീസ് റിപ്പോർട്ട് ചെയ്യലും അതും ലിസാൻ കൊണ്ടാണ്. അപ്പോൾ ഈ ലിസാൻമ വരുന്ന പരിപാടിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യലും, ലിസാൻമ വരുന്ന പരിപാടി തന്നെയാണ് കളവ് പറയലും. അതുകൊണ്ടാണ് അതിന് വെവ്വേറെന്ന് സ്ട്രോങ് ആയതുകൊണ്ട് എണ്ണി. കാരണം കളവ് അറിയുന്ന ഒരാൾ ഹദീസ് പറയാന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് അറിയണം, അതുകൊണ്ടാണ് അതിന് വെവ്വേറെ ഉണ്ട്. ആ വിഷയം മാറി. അമ്മ ജഹാലത്തുറാവി, ഇനി നാലാമത്തെ ജഹാലത്തുറാവി എന്ന് പറഞ്ഞാൽ
ഫഇന്നഹു അയ്ളൻ സബബുൽ ലിത്വാനി ഫിൽ ഹദീഥി, അതും ഹദീഥിൽ ആക്ഷേപത്തിന് കാരണമാണ്. ലിഅന്നഹു ലമ്മാ ലം യുറഫ് ഇസ്മുഹു വദാത്തുഹു, അവൻ്റെ ഇസ്മും ദാത്തും അറിയാതിരുന്നപ്പോൾ ലം യുറഫ് ഹാലുഹു, ആരെ അറിയപ്പെടില്ല. ആളെ തിരിയാതെ ആളെ അറിയാൻ പറ്റുമോ? ഇൽമു താരീഖ് പഠിക്കണം നമുക്ക്. എന്തിനു വേണ്ടിയിട്ട്? അവൻ്റെ ജനനം എവിടെയാണ്, മരണം എവിടെയാണ്, ഉസ്താദുമാരൊക്കെയാണ്, ശിഷ്യന്മാരൊക്കെയാണ്, ഏതൊക്കെ യാത്ര എന്നൊക്കെ അറിയണ്ടേ? അതിന് ആദ്യം ആളെ തന്നെ അറിയില്ലെങ്കിൽ പിന്നെ പഠിക്കാൻ കഴിയുമോ? അന്നഹു സിഖത്തുൻ ഗൈറു സിഖ, സിഖത്താണോ ഗൈറു സിഖത്താണോന്നും അറിയില്ലല്ലോ. കമാ യഖൂലു ഹദ്ദസനി റജുലുൻ, ഇന്നോട് റജുലു പറഞ്ഞു. ചില പ്രഭാഷകന്മാരുണ്ടല്ലോ, ഒരാൾ പറഞ്ഞു കേട്ടു പറയും, ആളെ പറയില്ല. ചില ലേഖകന്മാർ ലേഖനം എഴുതും ഒരു ഒരു ഉസ്താദ് പറഞ്ഞു പറയും, എന്നാലും എന്താ അറിയില്ല, ആളെ പറയില്ല. അതൊക്കെ ഇത് മറയാണ്. ആരിനൊക്കെ പിന്നെ തള്ളുക. അഖ്ബർനി ഷെയ്ഖുൻ എന്നൊക്കെ പറയാം, ഒക്കെ തള്ളിവിടണം. പിന്നെ വഹാദ യുസമ്മ മുബ്ഹമൻ, ഇതിൻ്റെ പേരെന്താണ്? മുബ്ഹമ് എന്നാണ് ഹദീസിൻ്റെ പേര്. അപ്പോൾ ഹദീസുൽ മുബ്ഹിമി, ഈ മുബ്ഹിമായ വ്യക്തിൻ്റെ ഹദീസ് ആണോ? ആ മുബ്ഹമായ ഉസ്താദിനെ പറഞ്ഞ വ്യക്തിൻ്റെ പേരാ മുബ്ഹിമ്. മുബ്ഹമായ ഷെയ്ഖിനെ പറഞ്ഞ മുഹദ്ദിസിൻ്റെ പേരാണ് മുബ്ഹിമ്. മുബ്ഹിമിൻ്റെ ഹദീസ് ഗൈറു മഖ്ബൂലിൻ, അത് ഗൈറു മഖ്ബൂലാണ്. മനസ്സിലായില്ലേ? എന്നെ ഇല്ലാ യകൂന സ്വഹാബിയൻ, ഇബ്ഹാം ചെയ്യപ്പെട്ട ആൾ അല്ല, ആ ഇബ്ഹാം ചെയ്ത വ്യക്തി സ്വഹാബിയാണെങ്കിലോ, നമ്മളോട് എന്നോട് ഷെയ്ഖ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ആ ആള് സ്വഹാബിയാണെങ്കിലോ അന്നഹു മുദൂലുൻ, കാരണം ഓല് ആദിലീങ്ങളായ മനുഷ്യന്മാരാണ്. ഓല് ഏത് കളി കളിച്ചൂല? ഷെയ്ഖിനെ മൂടിക്കാന്നുള്ള കളി കളിച്ചൂല. അല്ലെങ്കിൽ ഇങ്ങനെ മാനക്കാം, ഇല്ലാ യകൂന സ്വഹാബിയൻ, ആ ഇബ്ഹാം ചെയ്യപ്പെട്ട ആൾ സ്വഹാബിയാണെങ്കിലോ. എങ്ങനെ? അഖ്ബർനി സ്വഹാബിയുൻ, എന്നോട് സ്വഹാബി പറഞ്ഞു അറിയും പോലെ. മനസ്സിലായില്ലേ? അവിടെ പറയുന്നുണ്ട് ലന്നഹു മുദൂലുൻ, കാരണം അതൊക്കെ ആദിലീങ്ങളാണല്ലോ, പിന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വൈൻജാ അൽ മുബ്ഹിമു, ഇനി മുബ്ഹിമിയായ വ്യക്തി കൊണ്ടുവന്നാൽ ബിലഫ്ലി തഅദീലി, തഅദീൽ ലഫ്ള് കൊണ്ടുവന്നാൽ കമാ യഖൂലു അഖ്ബർനി അദ്ലുൻ ഹദ്ദസനി സിഖത്തുൻ, ഇങ്ങനെ പറഞ്ഞതെങ്കിലോ നമുക്ക് ഞാളെ ചരിത്രം പഠിക്കാൻ പോകണ്ട. കാരണം നമ്മോട് ഇബ്ഹാം ചെയ്ത ആളെന്നെ പറഞ്ഞു, എൻ്റെ ഉസ്താദ് ആരായിരുന്നു? ഒരു സിഖത്തായിരുന്നു, അല്ലെങ്കിൽ അദിലായിരുന്നു. അയാളെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അഖ്ബറനി അദ്ലുൻ ഹദ്ദസനി സിഖത്തുൻ എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് എങ്കിൽ ഫഫീഹി ഇഖ്തിലാഫുൻ, അത് നമുക്ക് അഭിപ്രായത്തെ സ്വീകരിക്കാൻ പറ്റൂല. അത് കാരണം സഹുൽ എന്താണ്? അത് പറ്റൂല എന്നാ. കാരണം ഞമ്മക്ക് ആളെ പറ്റി പരിശോധിക്കാൻ പറ്റൂല. വായിച്ചു നോക്ക്. അന്നഹു യജൂസു അൻ അതിലും ഫീ ഇത്തിഖാദിഹി, ഈ പറഞ്ഞോൻ്റെ ഇത്തിഖാദിൽ ആദിലാനും സിഖത്താനും എന്തേ ഉള്ളൂ വരുള്ളൂ. എന്നോട് അതിൽ പറഞ്ഞോ, എന്നോട് സിഖത്ത് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളെ അഭിപ്രായത്തിൽ എന്താണെന്ന് വരുള്ളൂ? അതിലാണ് സിഖത്താന്ന് വരുള്ളൂ. അപ്പോഴും നമുക്ക് ചരിത്രം പഠിച്ച് കാണുന്ന മനസ്സിലാക്കാൻ കഴിയൂല ആളെ അതിലോ ആണോ അല്ലെന്ന് പറയാൻ കഴിയൂല. ലാ ഫി നഫ്സിൽ അംറി, നഫ്സിൽ അംറിൽ എന്ത് വരൂല? അയാൾ അതിലാണ് സിഖത്താണ് എന്ന് വരൂല. വൈകാലതാലിക ഇമാമുൻ ഹാദിഖുൻ, ഇനി ഈ തഅദീലിൻ്റെ വാക്ക് പറഞ്ഞത് ഒരു ഹാദിഖ് അയാളാണെങ്കിൽ, നല്ല തൊളഞ്ഞു പഠിച്ച ഒരാളെ പറഞ്ഞതെങ്കിൽ കുബില, സ്വീകരിക്കപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞ ആളാരാണ്? നല്ല ഇപ്പോൾ കുത്തിച്ചൂന്ന് പഠിച്ച് മനസ്സിലാക്കിയ ഇൽമു താരീഖൊക്കെ പഠിച്ച് ഒരാൾ നിലക്കും അയാളെ കയ്യിൽ നിന്ന് വേറെ വലിച്ചു ചാടാൻ കഴിയൂല. അങ്ങനത്തെ ഒരു അഗ്രഗണ്യനായ ഒരാളാണ് അഖ്ബറനി സിഖത്തുൻ എന്നൊക്കെ പറഞ്ഞതെങ്കിൽ പിന്നെ നമുക്ക് സ്വീകരിക്കാം. ഇനി ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുറാദ് ബിഹി എന്നല്ല മനസ്സിലാക്കണം. ബിദ്അത്തിൻ്റെ നിർവചനം ഈ കിതാബിന് അടിപൊളിയായിട്ട് പറഞ്ഞത്. ബിദ്അത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാചാരം, അനിസ്ലാമിക എന്നൊക്കെ പറഞ്ഞാണ്ട് വെറുതെ കോപ്പറേറ്റിയാക്കല, ആളെ വെറുതെ വട്ടം കറക്കുക. എന്താണ് ബിദ്അത്ത്? വായിച്ചത് ഇഅ്തിഖാദു അംറിൻ മുഹ്ദസിൻ അലാ ഖിലാഫി മാ ഉരിഫ ഫിദ്ദീനി, ദീനിൽ അറിയപ്പെട്ട ഒന്നിന് വിപരീതം, വ മാ ജാഅ തഫ്സീറാ ശരിക്ക്, അഥവാ മാ ജാഅ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബിഹി, മുത്തനബിയിൽ നിന്നും സഹാബിയിൽ നിന്നും വന്ന ഒന്നിനും ദീനിൽ അറിയപ്പെട്ട ഒന്നിനും എതിരായിട്ട് ഇഹ്ദാസ് ചെയ്യപ്പെട്ട ഒരു കാര്യത്തിനെ ഇഅ്തിഖാദ് ചെയ്യലാണ്. അതിനെന്താ പറയുക? ഇഅ്തിഖാദ്. കർമ്മത്തിൽ വിദഗ്ധല്ല. വിദഗ്ധ എവിടെയുള്ളത്? നമ്മൾ പറഞ്ഞ മുത്തതിയാവും എന്ന് പറഞ്ഞ വിദഗ്ധാരുണ്ട്. വിദഗ്ധാനെ തുറന്നിസ്കരിക്കൽ കറാത്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ വിദഗ്ധ ഏതാണ്? ആ പറഞ്ഞത് വിശ്വാസത്തിലുള്ള വിധേയത്താണ്. വിശ്വാസത്തിലുള്ള വിധേയത്താണ്.
കണ്ടോ, കർമ്മത്തിലെ വിധേയത്തല്ല പറഞ്ഞത്, എഴുത്തിക്കാത് എന്നാ പറഞ്ഞത്, വിശ്വസിക്കുകയാണ്. അള്ളാഹ്ക്ക് ഗജ്ജുണ്ട് എന്ന് വിശ്വസിച്ച ഒരാൾ, മലക്കൾ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ച ഒരാൾ. പക്ഷെ മനസ്സിലാ പറഞ്ഞത് വിശ്വാസം അതെന്നാ പിന്നെ അവൻ അങ്ങനെ വിശ്വസിക്കാൻ കാരണം എന്ത്? പിന്നെ ഈ ശുഭത്തിൽ ഓനെന്തോ ഒരു പുക കുടുങ്ങിയാണ്, ആരോ പറഞ്ഞു പെട്ടെന്ന് കൺഫ്യൂഷൻ കുടുങ്ങിയാണ്, ശുഭഹൻ്റെ ഇനത്തോടു കൂടെയാണ്. ഇപ്പോൾ തെവീലിൻ ഓൻ്റേതായ ന്യായീകരണമുണ്ട്. ഞാൻ ബുഖാരി കണ്ടിന് അള്ളാഹു സുബ്ഹാനഹു ഒന്നാം കാലത്തേക്ക് ഇറങ്ങി വരും, അപ്പോൾ മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇങ്ങനെ ഒരു സീറ്റ്, ആ സീറ്റ് നീ സീറ്റിക്ക് ചാടാൻ വയ്ക്കും എന്നൊക്കെ മനസ്സിലാക്കി. ശുഭ ഉണ്ടായതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയാൻ കാരണം. ലാബിതരീക്ക് ജുഹൂദിൻ വൈങ്കാരിൻ, ഇത് ജുഹൂദിൻകാരനെ അല്ല. എങ്ങനെ ഈ ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടല്ലോ, മുസ്ലിമുകൾ വിശ്വസിക്കുന്നുണ്ട്. അത് ശരിക്കും എന്താണ്, ജുഹൂദിൻകാരുടെ ഭാഗത്ത് കൂടിയാണ്, അല്ലാതെ പിന്നെ ഖുർആനിലെ ആയത്തിൻ്റെയോ അത് ഹദീസ് കണ്ടുള്ള ശുബഹി പറഞ്ഞ് പറയാനല്ല. മനസ്സിലായില്ലേ? അത് ഫൈനദാലിക കുഫറുൻ, അത് കുഫറാണ്. ഏത് ഇരു ന്യായീകരണവും ഇല്ലാതെ ജുഹൂദിൻ്റെ തരീക്കിലൂടെ അള്ളാഹ് കയ്യുണ്ട് കാലുണ്ട് എന്നൊക്കെ പറഞ്ഞോ കാഫറായി. അതേ സ്ഥലത്തിൽ എന്തോ ഒരു ന്യായീകരണം വെച്ചുകൊണ്ടാണ് പുക കുടുങ്ങിക്കാണ്ട് ഇവിടുത്തെ വഹാബിലൊക്കെ പറഞ്ഞ മാതിരി പറഞ്ഞാണെങ്കിൽ വിശ്വാസത്തിലുള്ള വിധേയത്താരേ ആവുള്ളൂ. ആ ഇനി മുബത്തദീൻ്റെ ഹദീസ്, മുബത്തദിയായ ഒരു വ്യക്തി നമ്മുടെ ഹദീസ് പറഞ്ഞാൽ മർദൂദുൻ ഇൻദൽ ജുംഹൂറും പറഞ്ഞ ഹദീസ് തള്ളണം. മനസ്സിലായില്ലേ? ഇനി എൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ അമ്മൽ ബിദ്അത്തു, അപ്പോൾ ബിദ്അത്താവുന്നത്, ഫൽ മുറാദു ബിഹി, അതുകൊണ്ടുള്ള മുറാദ്, ഇഅ്തിഖാദു അംരിൻ മുഹ്ദസിൻ, ഒരു പുതുക്കപ്പെട്ട കാര്യത്തിനെ വിശ്വസിക്കലാണ്. നല്ല മനസ്സിലാക്കണം, വിശ്വസിക്കലാണ്. അല്ലാതെ ഏതെങ്കിലും ചെയ്യുമ്പോക്കിന് ആ ചെയ്ത വിധേയത്താണ് അറിയില്ല. എങ്ങനെ പുതുക്കപ്പെട്ടു? അലാ ഖിലാഫിമാ, ഒന്നിന് വിപരീതമായി പുതുക്കപ്പെട്ടു. എങ്ങനത്തെ ഒന്നാണ്? വെരിഫാ ഒന്ന് അറിയപ്പെട്ടിരിക്കുന്നു ഫിദ്ദീനി, ദീനിൽ. വമാ, ഒന്നിനുമെതിരായി, ജാ ഒന്ന് വന്നിരിക്കുന്നു മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിയിൽ നിന്നും വസ്ഹാബി അസ്ഹാബിൽ നിന്നും വന്നിരിക്കുന്നു. അങ്ങനത്തെ ഒന്നിനും എതിരായി. എങ്ങനെയാണ് അത്? ഇനി എഴുത്തിക്കാതിനു മുത്തലക്ക് എങ്ങനെ വിശ്വസിച്ചു? ബിനോ ശുബ്ഹത്തിൻ വതഅ്വീലിൻ, ന്യായീകരണത്തിൻ്റെയും കൺഫ്യൂഷൻ്റെയും ഒരു ഇനത്തോടു കൂടി വിശ്വസിച്ചു. അപ്പോൾ അവനത് കുത്തനെ വിശ്വസിക്കാൻ എന്തോ അവൻ പ്രേരിപ്പിച്ച എന്തോ ഒരു പുക കുടുങ്ങിയതാണ്, അല്ലെങ്കിൽ എന്തോ ഒരു ന്യായീകരണം അവനെടുത്തിട്ടുണ്ട്. ഏതോ ഒരു ആയത്ത് കണ്ടപ്പോഴോ, അല്ലെങ്കിൽ ഏതോ ഒരു ഹദീസ് കണ്ടപ്പോഴോ, അതല്ലെങ്കിൽ ഏതോ ഒരു മഹാൻ്റെ ഉദ്ധരണി കണ്ടപ്പോഴോ ഒരു പുക കുടുങ്ങിയതാണ്. എന്നാൽ പക്ഷേ എവിടേക്ക് എത്തിപ്പെട്ടില്ല. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ഇമ്മത്ത് ശരിക്കും വിരിച്ചോടത്ത് പോകാൻ്റെ വിശ്വാസത്തോട്ട് എത്തിയില്ല. അതുകൊണ്ടാണ് ആ വിശ്വാസം അവന് വന്നത്. അങ്ങനെ വന്നാൽ അതിന് ബിദ്അത്ത് ആയി. ലാബി ത്വരീഖി ജുഹൂദിൻ ഇവ ഇൻകാരിൻ, നിഷേധത്തിൻ്റെയും എതിർപ്പിൻ്റെയും തൊഴിലൂടെയല്ല. സത്യം മനസ്സിലായിട്ടും എതിർക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ വന്നാൽ അതിനെന്തും അറിയില്ല, ബിദ്അത്ത് എന്ന് അറിയില്ല. അതിന് ഫൈനദാലിക കുഫ്ർ, അതിനെന്താ പേര്? കുഫ്ർ എന്നാ പേര്. പിന്നെ ഹദീദുൽ മുബ്തദിഇ, ഏതായാലും ഇത്തരം വിശ്വാസക്കാരൻ്റെ ഹദീസ് മർദൂദുൻ ഇൻദൽ ജുംഹൂർ, ജുംഹൂറിൻ്റെ അടുക്കലും അത് മർദൂദാണ്, തള്ളപ്പെട്ടതാണ്. വൈൻദൽ ബാലി എന്ന ചില ഈ മുഹദ്ദിദീങ്ങളുടെ അടുക്കൽ ഇൻകാന, ഈ മുബ്തദിഇ ആണെങ്കിൽ മുത്തസിഫം ബിസ്സിദ്ഖിൽ ലഹ്ജതി വസുയാനത്തിൽ ലിസാനി, നാവ് സൂക്ഷിക്കൽ കൊണ്ടും സംസാരം സത്യമാകൽ കൊണ്ടും മുത്തസിഫാണെങ്കിൽ, സത്യമേ പറയുന്നു, സാലിഹായ വിധേയക്കാരനാണെങ്കിൽ, അതെ സാലിഹാണിനെ മനസ്സിലായില്ലേ, സംസാരമൊക്കെ നല്ലോണം സൂക്ഷിക്കും, ഒരു കളവ് നാവെന്ന് വരൂല, അത്ര ശ്രദ്ധ ഉള്ള വിധേയക്കാരനാണെങ്കിൽ കുബില സ്വീകരിക്കപ്പെടും. ബാദിലെടുക്കൽ കേട്ടോ. വക്കാല ബാദും, ചിലർ പറഞ്ഞു, ഇൻകാന മുൻകിറല്ലി അംറിൻ മുതവാത്തിരിൻ ബിശ്ശറഇ, ഷറയിൽ മുതവാത്തിറായ ഒരു കാര്യത്തിനെ നിഷേധിക്കുന്നവനും, പിന്നെ വഖദ് ഉലിമ ബിൽ ലറൂറത്തി കൗനുഹു മിനദ്ദീനി, അത് ദീനിൽപ്പെട്ടാണെന്ന കാര്യം ലറൂറത്തുകൊണ്ട് അറിയപ്പെട്ടതുമാണ് എങ്കിൽ ഫഹുവ മർദൂദുൻ, എന്നാൽ പിന്നെ അവൻ്റെ ഹദീസ് മർദൂദാണ്. മനസ്സിലായില്ലേ? അന്ന് ചിലരുടെ അഭിപ്രായം അങ്ങനെയാണ്. ഏത് ഓന് സംഗതി നമ്മളെ പിന്നെ ഫുഖഹാവ് വരണത് അത്തരം ആൾ കാഫറാവുന്ന, അങ്ങനത്തെ ആൾ മുബ്തദി എന്ന പദവിയിൽ നിന്ന് പോയി ഒടുക്കെത്തും, കുഫറിലേക്ക് ചാടും. ലറൂറത്ത് എന്നറിയപ്പെട്ട കാര്യമാണെങ്കിൽ ഇപ്പം ഒരു ദിവസം നിസ്കാരം 5 വക്തിലാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ള കാര്യം എന്താണ്?
തുറന്ന് പറയപ്പെട്ട കാര്യമാണ്. ആ മൂന്നെണ്ണം നിക്കരിച്ചാൽ മതി എന്നൊരു ചങ്ങായി വാദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഓന് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പോരോ, എന്താവും? കുഫർ, കുഫറിലേക്ക് ചാടി. ഏതായാലും ശരി, നമ്മുടെ മുസന്നിഫ് പറഞ്ഞത് ഓൻ ആള് മുത്തതി തന്നെയാണ്, പക്ഷെ ഓൻ ഹദീസ് സ്വീകരിക്കൂല. ഫോമർദൂദൂൻ വൈല്ലം യകുൻ ബിഹാദിഹി സിഫത്തി, ഇങ്ങനൊന്നുമില്ലാത്ത ഒരു ലോക്കൽ മുത്തതിയാണെങ്കിൽ യുക്ബലു, സ്വീകരിക്കപ്പെടും. ചിലര് വൈൻ കഫറഹുൽ മുഖാലിഫൂന, അവൻ്റെ മുഖാലിഫീങ്ങൾ അവനെ കാഫിറാന്ന് പറയുന്നുണ്ടെങ്കിലും മുബ്തദി ആണെന്ന് പറയുന്ന ആളുകളും ഓൻ്റെ ഹദീസ് എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല. ഏതോടുകൂടെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ആ യുക്കബലൂനോടെ മുത്താലക്ക് മാൻ്റെ ഉജൂദി ലൊബത്തിൻ, നല്ല നിഷ്ഠ ഉണ്ടായാലോട് കൂടെ. ലൊബത്ത് കൊണ്ടിരുന്ന ലൊബത്തിൽ സദറും ലൊബത്ത് കിതാബും രണ്ട് ദിവസം ലൊബത്ത് പറഞ്ഞില്ലേ? ലൊബത്ത് സദറും ലൊബത്ത് കിതാബ് അതൊക്കെ റെഡിക്കുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വറഈൻ, നല്ല സൂക്ഷ്മതയും, തഖ്വൻ, അള്ളാനെ നല്ല പേടിയും, വഹ്തിയാത്തിൻ, ഹറാമിൽ പോകലിനെ തൊട്ട് നല്ല കരുതലും, സിയാനത്തിൻ, നാവ് നന്നായി സൂക്ഷിക്കലും, ഈ ആദ്യ സംഗതികളൊക്കെ ഉണ്ടാകുന്നതോട് കൂടെയുള്ള വിദേഹത്തുകാരനാണെങ്കിൽ അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടും. ഇത്തരം വെറുത്തുണ്ട് അറിയപ്പെട്ട കാര്യം നിഷേധിക്കാത്തവനാണെങ്കിൽ എന്ന് ചിലർ. പക്ഷെ ജുംഹൂർ പറയുന്നത് ഓൻ്റെ തൊള്ളയിൽ നിന്ന് വന്ന ഒന്നും സ്വീകരിച്ചില്ല കേട്ടോ. ജുംഹൂർ പറഞ്ഞത് എന്താണ്? ഓൻ്റെ വായിൽ നിന്നൊരു ഹദീസും സ്വീകരിക്കാൻ പറ്റൂല എന്നാണ്. മുഖ്താറു, മുഖ്താർ ഇൻകാന ദായൻ ഇലാ ബിദ്അത്തിഹി വ മുറവ്വിജൻ ലഹു, അവനവൻ്റെ പിഴച്ച വിശ്വാസത്തിലേക്ക് ആളെ ക്ഷണിക്കുന്നവനും അതിനെ ചെലവാക്കുന്നവനുമാണെങ്കിൽ, മുറവ്വിജൻ ലഹു എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. ഓൻ അതിനെ വിറ്റ് ചെലവാക്കുന്ന ആളുമാണെങ്കിൽ, ഓൻ വല്ലയ്യാതെ ഹദീസൊക്കെ അവിടുന്ന് പെണ്ണൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് എന്ത് ചെയ്യാന്നറിയോ, ഓൻ്റെ വിശ്വാസത്തിന് എങ്ങനെ ആക്കം കൂട്ടാൻ വേണ്ടിങ്ങാണ്ടും ഓൻ്റെ പാർട്ടിക്ക് ആളുണ്ടാക്കുന്ന ആളാണെങ്കിൽ റുദ്ദ, ഓൻ്റെ ഹദീസ് ഫുൾ റദ്ദ് ചെയ്യപ്പെടണം. ആളെ മനസ്സിലാക്കണം ആദ്യം. അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഓഞ്ഞ് എത്ര സ്വാലിഹായ വഹാബിയാണെങ്കിൽ എന്ത് ചെയ്യണം? തള്ളണം. പിന്നെ വൈലമ്യക്കും കഥാലിക്ക, അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഓനോൻ്റെ വിശ്വാസം എന്ത് ചെയ്യുന്നൊന്നുമില്ല, ഓനത് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിലും അത് ചിലവാക്കണമൊന്നുമില്ല. അങ്ങനത്തെ കുബില, സ്വീകരിക്കപ്പെടും. ഇല്ല ഇർവാ ഷെയ്യുക്കവി വിദേഹത്തഹു, അവൻ്റെ വിദേഹത്തിനക്ക് ബലം നൽകുന്ന ഷെയ്ഖിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സ്വീകരിക്കും. നിസ്കാരത്തിൻ്റെ റക്കായത്ത് അങ്ങനത്തൊക്കെയാണ് ഓൻ പറയണത്. അതല്ലെങ്കിൽ അമലിൻ്റെ മഹത്വം, ആഖിറത്തിൽ ചെയ്യുന്ന അമലിൻ്റെ കൂലി, അതൊക്കെയാണ് പറയുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് വരുന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ ഓൻ വിദേഹത്തോട് ചിലവാന് ആക്കം കൂട്ടുന്ന ഹദീസൊന്നും അല്ല എന്നാൽ സ്വീകരിച്ച. പിന്നെ ഫഹുവ മർദൂദുൻ, അങ്ങനെയാണെങ്കിലും മർദൂദാണ് കത്താൻ. അതിനെല്ലാവരും പറയണേ ഓൻ്റെ വിദേഹത്തിനിക്ക് പിന്നെ ചെലവുണ്ടാക്കുന്ന തരത്തിലുള്ള ഹദീസിനെയാണോ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് തള്ളു, കത്താൻ മർദൂദത്താണ്. പിന്നെ വബിൽ ജുംലത്തി, ചുരുക്കം പറഞ്ഞാൽ അയിമ്മത്ത് മുഖ്തലിഫൂന, ഇമാമിങ്ങളിൽ അഭിപ്രായത്തിലുള്ളവരാണ് ഫി അഖ്ദിൽ ഹദീസി മിൻ അഹ്ലിൽ ബിദ്അഇ വൽ അഹ്വാ, വിദേഹത്തിൻ്റെ അഹ്ലുകാരിൽ നിന്നും തടീച്ചൻ്റെ അഹ്ലുകാരിൽ നിന്നും ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഈ അയിമ്മത്ത് മുഖ്തലിഫീങ്ങളാണ്. അർബാബിൽ മദാഹിബി സായിഗത്തി, പിഴച്ചതായിരിക്കുന്ന വീക്ഷണങ്ങളുടെ അർബാബിൽ നിന്നും. പല അഭിപ്രായങ്ങൾ ഇങ്ങനെ നൂറ്റാണ്ട് കഴിഞ്ഞ പോക്കിനെ, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ പോക്കിന് തന്നെ പലരും പല പുതിയ പുതിയ വാദങ്ങളായിട്ട് ഇങ്ങനെ തല പൊക്കാൻ തുടങ്ങിയിന്. അങ്ങനെ മദാഹിബു സായിഗത്തിൻ്റെ അർബാബിൽ നിന്നും, അർബാബ് എന്ന അസ്ഹാബ് എന്നാണ് കേട്ടോ, ഉടയവരിൽ നിന്നൊക്കെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ അയിമ്മത്ത് മുഖ്തലിഫീങ്ങളാണ്. വഖാല സാഹിബ് ജാമിഉൽ ഉസൂൽ, ജാമിഉൽ ഉസൂലിൻ്റെ മുസന്നിഫ് പറഞ്ഞത് അഖദ ജമാഅത്തും മിൻ അയിമ്മത്തിൽ ഹദീസി, ഹദീസിൻ്റെ ഇമാമിങ്ങളിൽ നിന്ന് സംഘം ആളുകൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ മിൻ ഫിർഖത്തിൽ ഖവാരിജി വൽ മുന്തസിബീന ഇലൽ ഖദിരി വത്തശയ്യുഇ വറഫ്ളി വസായിരി അസ്ഹാബിൽ ബിദ്അഇ വൽ അഹ്വാ. ഒരു സംഘം ഇമാമിങ്ങൾ ഹദീസ് പിടിച്ചിട്ടുണ്ട്. എവിടുന്ന് പിടിച്ചോലോ? ഖവാരിജിൻ്റെ ഫിർഖത്തിൽ നിന്നും, ഖവാരിജിയാക്കളായ സംഘത്തിൽ നിന്നും, വൽ മുന്തസിബീനയിൽ ഖദിരി, ഖദിറിലേക്ക് ചേർന്ന ആളുകൾ അഥവാ ഖദിരിയാക്കൾ, അള്ളാഹ്ക്ക് പഴയ തീരുമാനമെല്ലാം വിശ്വസിക്കുന്ന ആളുകളാണ്. ഇസ്ലാം കാര്യം ഈമാൻ കാര്യം 6 പഠിച്ചില്ലേ? അതിൽ 6ാമത്തെ കാര്യമാണ് ഏത്? ഖദറുണ്ട് വിശ്വാസം. ഖൈറും ഷർറും അള്ളാൻ്റെ ഒക്കെ എന്നാണെന്നുള്ള അതിൽ ചില പഴുപറ്റിയ ആളുകൾക്കാണെന്ത് ആ മുന്തസിബീൻ ഖദിരിയാക്കൾ അറിയാം. അതുപോലെ തന്നെ തശയ്യുഇ, ഷിയാക്കളും തശയ്യുയിലേക്ക് ചേർന്നവരെന്നാണ് ഷിയാക്കൾ. ഷീഅത്ത് എന്നാണ് പറയുന്നത് ആൾക്കാർ. ഷിയാക്കൾ എന്ന് പറയുന്നത് ഷീഅത്ത് എന്നാണ് ശരിക്കും. ഷീഅ
റഫ്ലി റാഫുലിയാക്കളും റഫ്ലിലേക്ക് ചേർന്നതെന്നാണ് റാഫുലിയാക്കൾ. ഒരൊക്കെ വാദം നമുക്ക് ഇൻഷാ അല്ലാഹ് ഷറഹുൽ ശരിക്കും പഠിച്ചാൽ. അപ്പോൾ സായിരി അസ്ഹാബിൽ ബിദഅ വൽ അഹ്വാഇ, ബിദ്അത്തിൻ്റെയും തടീച്ചകളുടെയും മറ്റ് അസ്ഹാബിൽ നിന്നും കുറച്ച് ആളുകൾ ഹദീസ് പിടിച്ചിട്ടുണ്ട്. പിന്നെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ സംഘം നടത്തം വെക്കണം കേട്ടോ. ജമാഅത്തിൻ്റെ അർത്ഥം വെക്കണം ചെറിയൊരു സംഘം. പിന്നെ വഖദിഹിത്താത്ത ജമാഅത്തു നാഹറൂന, വേറെ കുറച്ച് സംഘം ചെയ്തിട്ടുണ്ട് അറിയോ, സൂക്ഷ്മത പാലിച്ചു. തവർറഉ, അവരൊഴിഞ്ഞു നിന്നു. എന്തിനെ തൊട്ട്? മിൻ അഖദി ഹദീസി മിൻ ഹാദിൽ ഫിറഖി, എല്ലാ ഫിർഖത്തുകളിൽ നിന്നും ഹദീസ് സ്വീകരിക്കലിനെ തൊട്ട്. തശയ്യുലേക്ക് പോയ ഒറ്റ ദിനം ഹദീസ് സ്വീകരിച്ചൂല. ഖദരിയാക്കളിൽ നിന്നും റാഫിദിയാക്കളിൽ നിന്നും പിന്നെ മറ്റ് ബിദഅഹ്വാൻ്റെ അഹ്ലുകാരിൽ നിന്നൊന്നും ഒറ്റ ഹദീസും സ്വീകരിക്കാതെ സൂക്ഷ്മത ചെയ്തൊക്കെയാണ് നല്ല സംഘം ഇമാമിങ്ങൾ. വലി കുല്ലിം മിൻഹും, അവരിൽ എല്ലാവർക്കും ഉണ്ട് നിയ്യാത്തുൻ, ഓരോ നിയ്യത്തുകളുണ്ട്. പിടിച്ചവർക്ക് പിടിക്കാനും നിയ്യത്തുണ്ട്, പിടിക്കാത്തവർക്ക് പിടിക്കാതിരിക്കാനും നിയ്യത്തുണ്ട്. പിന്നെ വലാ ശക്ക, സംശയമല്ല, അന്ന അഖ്ദൽ ഹദീദി മിൻ ഹാദിഹിൽ ഫിറഖി, ഏതായാലും ഈ ഫിറഖി സംഘത്തിൽ നിന്നൊക്കെ ഹദീസ് സ്വീകരിക്കൽ യകൂനു, അതായിരിക്കണം എന്ന കാര്യം സംശയമില്ല. ബഅദ തഹരി, നല്ല കുത്തിച്ചൂന്നതിൻ്റെ ശേഷവും, അത് ഇസ്തിസ്വാബി, സവാബ് അന്വേഷിച്ചതിൻ്റെ ശേഷവും, ശരിയാണോ എന്ന് ശരിക്കും അന്വേഷിക്കുകയും നല്ലോണം കുത്തിച്ചൂന്നതിന് ശേഷം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, ഇവരേക്കൽ നിന്ന് മണ്ണാക്കൊടാതെ മുടങ്ങാൻ പറ്റൂല എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല. അപ്പോൾ മഴതാലിക്ക, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ കുത്തിച്ചൂന്ന് പഠിക്കുന്നവർ കൂടെ തന്നെ എഹ്തിയാത്തു ഫി അദമിൽ അഖ്ദി, ഹദീസ് അവരിൽ നിന്ന് പഠിക്കാതിരിക്കുന്നതിലാണ് എന്തുള്ളത്, എഹ്തിയാത്തുള്ളത്. അന്നഹു ഖദ് സബത്ത, കാരണം എന്താണെന്നറിയോ സംശയം, കാര്യം ഖദ് സബത്ത, സ്ഥിരപ്പെട്ട കാര്യമാണ്. അന്ന ഹൗലായിൽ ഫിറഖ, ഇത്തരം സംഘങ്ങളൊക്കെ കാനു യളഊന, യസ്നഊന എന്ന ചൈതാബിലുണ്ട്, തെറ്റാണ്. യളഊന നിങ്ങളെങ്ങനെ, അവർ കെട്ടിച്ചമയ്ക്കും ഹദീസുകളെ നിർമ്മിച്ചുണ്ടാക്കുമായിരുന്നു. ഇവരെ ഉണ്ടാക്കുന്നത് അങ്ങോട്ട് സൂട്ടാക്കന്നെ കാല റസൂലുള്ളാഹി. എന്തിനു അറിയാം, ഇങ്ങനെ മുല്ലാത്ത റസൂലുള്ളാഹിനെ വെച്ച് കെട്ടുന്ന എന്തിനാ അറിയോ, ഇല്ല തെർവീജി മദായിബിഹിം, അവരുടെ പേച്ച വാദങ്ങൾ അവരുടെ ചിലവാക്കാൻ വേണ്ടിങ്ങാണ്ട് ഓം സ്റ്റേജ് കെട്ടിങ്ങാണ്ടാണ് പ്രസംഗിക്കും. അല്ലെങ്കിൽ പള്ളിയോ നിസ്കാര പള്ളിയോ കിട്ടിയാൽ വേറെ അറിയും കാല റസൂലുള്ളാഹിയാണ് സൂട്ടാക്കും. എന്തിനു വേണ്ടിയിട്ട് അറിയോ, ഓൻ്റെ പിന്നെ പാർട്ടി, ഓൻ്റെ ആ ഇതുണ്ടല്ലോ, ഓൻ്റെ വിശ്വാസത്തിന് ആൾക്കാരെ കിട്ടാൻ വേണ്ടിങ്ങാണ്ട്. പിന്നെ ഇവിടുന്ന് മനസ്സിലായി വായിച്ച്, വക്കാനു യുഖിറൂന, ഹിന്ദി യുഖൂന എന്നെഴുതി, യുഖിറൂന എന്നാണ് വേണ്ടത്. അതുപോലെ അംഗീകരിക്കാറുണ്ടായിരുന്നു ബിഹി, ഈ ഹദീസ് നിർമ്മിച്ചിക്കാണെന്നുകൊണ്ട് ബഅദ തൗബത്തി വറുജൂഇ, തൗബ ചെയ്തതിൻ്റെ ശേഷവും സുന്നത്തെ ജമാഅത്തിലേക്ക് മടങ്ങിയതിൻ്റെ ശേഷം ഓലെന്ന് പറയുന്നുണ്ടായിനി, ഞാൻ പണ്ട് മറ്റേ അഭിപ്രായക്കാരനായിനി, അന്ന് ഞാൻ കുറേ ഹദീസ് ഉണ്ടാക്കലുണ്ടായിനി, പിന്നോ പറയലുണ്ടായിനി. അപ്പോൾ മനസ്സിലായില്ലേ ഇപ്പോൾ ഈ പരിപാടി മറ്റുള്ളവർക്കും ഉണ്ടാവുമെന്ന്. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ വ അമ്മാ വുജൂഹു ത്വഅനി അൽ മുതഅല്ലിഖതു ബില്ലബ്തി, ലബ്തുമായി ബന്ധിച്ചതായ വുജൂഹു ത്വഅനുകളാവുന്ന ഫഹിയ അയ്ളൻ ഹംസത്തുൻ, അയ്ളൻ തന്നെ മറ്റേ മാതിരി തന്നെ, അദാലത്തുമായി ബന്ധിച്ചത് അഞ്ചായ മാതിരി തന്നെ ഇതും അഞ്ചാണ്. അഹദുഹാ ഫറത്തുൽ ഗഫല, ഒന്ന് ഭയങ്കര അന്തം വിടൽ, ഓഫലത്ത് ഭയങ്കരമാണ്. വസാനീഹ, രണ്ടാമത്തത് കസ്റത്തുൽ ഗലത്തി, തൊള്ളക്ക് വല്ലാതെ പേക്കലാണ്. ഓഫലത്തല്ല, പറയുമ്പോൾ തൊള്ളക്കട് പേക്കുക. സാലിസുവ മുഖാലഫത്തു സിഖാത്തി, മൂന്നാമത്തത് സിഖത്തുകളുടെ റിപ്പോർട്ടിന് എതിരാകലാണ്. അപ്പോൾ റാബിയുഹ അൽ വഹ്മു, മൂന്നാമത്തത് ഊഹനയാണ്. ഹാമിസുവ സൂഉൽ ഹിഫ്ളി, മറ്റൊന്ന് മെമ്മറി പവർ കേടല്ലാണ്. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ വിശദീകരണം പറയുമ്പോക്കിന് സംഗതി അറിയില്ല. നോക്കുക, ഓരോന്ന് വായിച്ചോളി. അമ്മാ ഫറത്തുൽ ഓഫലത്തി, ആദ്യം പറഞ്ഞ ഫറത്തുൽ ഓഫലത്ത് കഠിനമായതായിരിക്കുന്ന അശ്രദ്ധ എന്ന് പറഞ്ഞത്, കസറത്തുൽ ഓലത്തി വല്ല അധികരിച്ച പിഴവ് എന്ന് പറഞ്ഞ മുതകാരിബാനി, രണ്ടും അടുത്ത് തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒന്നും രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ഫറത്തുൽ ഓഫ്, രണ്ടാമത് കസറത്തുൽ ഓഫ് അല്ലേ, അത് രണ്ടും തമ്മിൽ ചെറിയൊരു ഫർക്കുള്ളൂ. ഓഫലത്ത് ഫി സമാഇ, ഓഫലത്ത് കേൾക്കുന്നിടത്തും, തഹമ്മുലിൽ ഹദീസി, ഹദീസി ഏറ്റെടുക്കുന്നിടത്തുമാണ്. വൽ ഓലത്തു, എന്നാൽ ഓലത്ത് എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം അവില്ല ഇസ്മായി വല്ലതാ, ഈ
അത് മറ്റുള്ള പറഞ്ഞു കൊടുക്കുന്ന ഇടത്തും വീട്ടിൽ കൊടുക്കുന്ന ഇടത്തുമാണ്. ഒന്നും രണ്ടുള്ള ഫർക്ക് എന്താ അറിയോ? ഒന്നാമത്തത് പറഞ്ഞത് ഇങ്ങോട്ട് കേൾക്കണോടത്ത് വേക്കണതും രണ്ടാമത്തെ കൊടുക്കണോടത്ത് വേക്കണതും മാറ്റുള്ളൂ. മനസ്സിലേ? അതാ ഞാൻ തൊള്ളക്ക് വേക്കാന്ന് ഞങ്ങൾക്ക് തിരിയാൻ വേണ്ടി ആ ശൈലി പ്രയോഗിച്ച്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇനി ഫറത്തുല്ലോഫലത്ത്. അപ്പം എന്താ അറിയോ? ഓൻ വേറെ ഏതോ ലോകത്താണ്. ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം വേറെ ഓഫലത്ത് സർദിയിലേക്ക് പോയി. അപ്പോൾ രണ്ടും അഞ്ചല്ലേ വെച്ചപ്പോൾ അറിയും. കാരണം എന്താ, ഓൻ്റെ മുമ്പ് വേറെ സർദിയിലാണുള്ളത്. നാലല്ലേ തിരിച്ചു വെച്ചാൽ അവനറിയില്ലല്ലോ, ഓഫിലാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഇനി ഹസ്രത്തുള്ളത്തല്ല പറഞ്ഞത്. ഹസ്രത്തുള്ളത്ത് പറഞ്ഞാൽ ഓൻ പറയാൻ വിചാരിച്ചല്ല പറയണത്, കോഴിക്കോട് എന്നാണ് പറയാൻ വിചാരിച്ചത്. കേരളായിന്നാ തൊള്ളക്ക് പറയുന്നത്. ഈ രീതിയിൽ തൊള്ളക്ക് പേക്കണതിൻ്റെ പേരാണെന്ത്? രണ്ടാമത്തെ. ഇനി മൂന്നാമത് പറഞ്ഞ മുഖാലഫത്ത് സിഖാത്ത് എന്ന് പറഞ്ഞത് വിൽ ഇസ്നാദി അവിൽ മത്തിനീൻ. അത് ഈ റാവിമാരെ പറഞ്ഞോടത്തും അവസാനം കൊണ്ടെങ്ങാണ്ട് സൂട്ടാക്കണ മത്തിനില്ലേ, അതിലും ഉള്ളതായ മുഖാലഫത്ത് സിഖാത്താവുന്നത് യകൂനു അൻഹാ മുതഅദ്ദിദത്തിൻ. അത് പല ഇനങ്ങളുടെ മേലുണ്ടാകുന്നതാണ്. തെക്കൂനു അതാകും മൂജിബത്തല്ലി ശുദൂദ്. ഹദീസ് ഷാദാകലിന് നിർബന്ധമാക്കുന്നതാണ്. പണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിഖത്ത് റിപ്പോർട്ടിനെതിരെ റിപ്പോർട്ട് ഇവിടെ ഹദീസിനാന്ന് പറയാ ഷാദ് എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞു പോയി നമ്മൾ. അപ്പം മുഹാലഫത്ത് സിഖാത്ത് ഉണ്ടാണത് എവിടെയോ ലബ്ത്തിൽ കമ്മി വന്നുകൊണ്ടാണ്. മുപ്പരതാ ഇപ്പോൾ ജാലുഹു ഇതിനെ ആക്കലാവുന്നത് ഉജൂഹത്താനിൽ മുത്താലിക്കത്തി ബി ലബത്തി, ലബത്തുമായി ബന്ധിച്ച ഉജൂത്താനിൽ പെടുത്തലാവുന്നത് മിജയത്തി ഭാഗത്തു കൂടെയാണ്. ഏത് ഭാഗത്തു കൂടെ? അന്നൽ ബായിസ അല മുഖാലഫത്തി സിഖാത്തി, വിശ്വസ്തന്മാരായ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെതിരെ റിപ്പോർട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച കാര്യം ഇന്നമാഹു അതുമുൽ ലബത്തി വൽ ഹിഫ്ലി, അത് ലബത്തിൻ്റെ ഇല്ലായ്മ കൊണ്ടും ഹിഫ്ലിൻ്റെ ഇല്ലായ്മ കൊണ്ടും അദമി സിയാനത്തി അനി തഗയ്യിരി വ തബ്ദീരി, പകർച്ച മാറ്റിമറി ഇതിനെ തൊട്ടുള്ള സുരക്ഷിതത്വം ഇല്ലാത്തത് കൊണ്ടും ആണ്. അതുകൊണ്ടാണ് എന്തുണ്ടായത്. അല്ലെങ്കിൽ വെക്കൂലല്ലോ, മുത്തനബി ഒന്നല്ലേ പറഞ്ഞുള്ളൂ, സുന്നത്താണ് സുന്നത്ത രണ്ടു റസൂലുള്ള പറയില്ലല്ലോ. മുത്തനബിയുടെ വായിൽ നിന്ന് ഒന്നാ വന്നത്. പിന്നെ എങ്ങനെ എവിടെ എത്തിയപ്പോൾ രണ്ടെണ്ണായത്? ഒരു സിക്കത്ത് പറയുന്നു സുന്നത്താണ്, മറ്റേ റിപ്പോർട്ട് ആൾ പറയുന്നു സിക്കത്തല്ല. അപ്പോൾ എവിടെയോ ഒരാളെവിടെ തന്നിട്ടാണ്, എവിടെയോ കുഴപ്പം പറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുഹാലഫത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കൊണ്ട് ഏച്ചൂട്ടിയത് നമ്മൾ ഈ ലബത്തുമായി ബന്ധപ്പെട്ട ത്വാനിൻ്റെ വജികൾ കൊണ്ട് ഏച്ചൂട്ടാൻ കാരണം. പിന്നെ ഒത്താനു മിൻ ജിഹത്തിൽ വഹ്മി വൻ നിസ്യാനി അല്ലദൈനി ഉഖ്തിഅ ബിഹിമാ വറവ അലാ സബീലി തവഹുമി. ഇനി പോയിട്ടുണ്ട്. ഒത്താനു ഈ ആക്ഷേപമാവുന്നത് മിൻ ജഹത്തിൽ വഹമിയൻ നിസ്യാൻ, ഊഹത്തിൻ്റെയും മറവിൻ്റെയും ഭാഗത്തു കൂടുള്ളതായ ഈ ആക്ഷേപം അല്ലതേനി ഉഖ്തിയ ബിഹിമ, എങ്ങനത്തെ നിസ്യാൻ വഹമുമാണ്. അത് കാരണമായിട്ട് റാവിയെ ഹത്തയിലേക്ക് ചേർക്കപ്പെടും, പിഴവിലേക്ക് ചേർക്കപ്പെടും. അങ്ങനെയുള്ള ഹത്ത് വഹമ് റവ ഇങ്ങോട്ട് ഈ റാവി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. വല സബീലി തവഹുമി, ആ ഊഹനയുടെ സബീലിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ളതായ ഈ സംഗതി ഇൻ ഹസലൽ ഇത്തിലാഹു അലാ ദാലിക, അതിൻ്റെ മേലുള്ളതായ വെളിവാറിയൽ കരസ്ഥമായാൽ ബി കറായിന ദാലത്തിൻ അല വുജൂഹി ഇലലിം വ അസ്ബാബിൻ കാദിഹത്തിൻ, എന്നാൽ പണ്ട് പഠിച്ച ആയ കാദിഹത്തായ അസ്ബാബ് ഇലലിൻ്റെ വജുഹുകളുടെ മേലിൽ അറിയിക്കുന്ന കരീനത്തുകളെ കൊണ്ട് ഇത്തിലായി കരസ്ഥമായാൽ കാനൽ ഹദീസ് മുഅല്ലലൻ. അപ്പോഴാണ് ഹദീസിന് എന്താ പറയല്? പണ്ടൊക്കെ പഠിച്ചതിന് മുഅല്ലല് ഹിദ്ദാക്കിങ്ങൾക്ക് മാത്രം അറിയുന്നതാണ്. നമ്മളെ പോലത്തെ ലോക്കലുകാർ നോക്കിയിട്ട് എന്ത് ചെയ്യും? കാല റസൂലുള്ളാഹി ഇവൻ സൂട്ടാക്കും, കുഴപ്പം നമ്മൾ കാണൂല. പക്ഷെ ഹിദ്ദാക്കിങ്ങൾ കാണുമ്പോൾ കണ്ടെത്തും ഹദീസാബിൻ്റെ സാള് പോയിക്കണ്, അല്ലെ ഹദീസും കത്തിക്കായിക്കണ്, ഒരു കാലത്ത് ജീവിച്ചിട്ടില്ല, ഇവർ രണ്ടാളും തമ്മിൽ കാര് കണ്ടെത്തും, ഹിദ്ദാക്കിങ്ങൾ കണ്ടെത്തും. അങ്ങനെയുള്ള വിഷയം വരുമ്പോഴാണ് ഹദീസിന് മുഅല്ലൽ എന്ന് പറയല്. വഹാദ, ഇതാണ് അഗ്മലുൽ ഹദീസ്, ഹദീസിൻ്റെ ഇൽമുകളിൽ ഏറ്റവും അഗ്മലായ സംഗതി അതാണ്. അദഖുഹ, ഏറ്റവും നേർമ പിടിച്ചതും അതാണ്. വലാഖുമു ബിഹി, ഇതിനെ നിർവഹിക്കാൻ കഴിയില്ല ഇല്ലാമൻ ഒരുത്തനിക്കല്ലാതെ. റുസിഖ, അങ്ങനെ വായിക്കണത് റുസിഖ ഫഹ്മൻ, അവനിക്ക് നല്ല ഗ്രഹണശൈലി നൽകപ്പെട്ടിരിക്കുന്നു. വഹിഫ്ലൻ വാസിയൻ, വിശാലമായ മെമ്മറി പവർ നൽകപ്പെട്ടിരിക്കുന്നു. വമഅരിഫത്തൻ താമത്തൻ ബിമറാത്തിബി റുവാത്തി, റാവികളുടെ മർത്തബകളെ കൊണ്ടുള്ള പൂർണ്ണമായ അറിവും നൽകപ്പെട്ടിരിക്കുന്നു. വഅഹ്വാലിൽ അസാനീദി വൽ മുത്തൂൻ, സനദുകളുടെയും മത്നുകളുടെയും അവസ്ഥകളെ കൊണ്ടുമുള്ളതായ താമായ മഅരിഫത്ത് നൽകപ്പെട്ട വ്യക്തിക്കല്ലാതെ എന്ത് ചെയ്യാൻ കഴിയൂല, ഇത് നിർവഹിക്കാൻ
സാധിക്കൂല. ആണോ അല്ലെ കോബിഹി അവർക്ക് ഊണ് ഈ അങ്ങനത്തെ ആൾക്കല്ലാതെ നിർവഹിക്കാൻ കഴിയില്ല. അക്കൽ മുത്തഖദ്ദിമീന മിൻ അർബാബി ഹാദൽ ഫന്ന്, ഈ വിഷയത്തിലെ ആദ്യകാലത്ത് ജീവിച്ച മഹാന്മാരെ പോലെ ഏത് അവസാനം എവിടെത്തി നിൽക്കും ഈ പിന്നെ ഫഹ്മു നൽകപ്പെട്ടതായ മുഅല്ലിൽ കണ്ടെത്താൻ വയ്ക്കുന്നു, ഹദീസ് മുഅല്ലൽ കണ്ടെത്താൻ വയ്ക്കുന്ന ആൾ അവിടെ ലാസ്റ്റ് എവിടെത്തുമെന്നറിയോ? ഇലാ അനിൻതഹാ ദാറഖുത്നി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട ഇമാം ദാറഖുത്നി റഹിമഹുല്ലാഹിലേക്ക് അറ്റമാകുന്നത് വരെ. മനസ്സിലായില്ലേ? ഇമാം ദാറഖുത്നി പേരിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയവരും അവസാന ദാറഖുത്നിയിൽ എത്തിയോടുകൂടി ഏത് കഴിഞ്ഞു? ഇങ്ങനത്തെ ആൾക്കാർ കഴിഞ്ഞു. പറയട്ടെ, വലായിക്കാലു വയുക്കാലു പറയപ്പെടുന്നു ലം യഅതി ബഅദഹു, ദാറഖുത്നി റഹിമഹുല്ലാഹുക്ക് ശേഷം വന്നിട്ടില്ല മിസ്ലുഹു, മൂപ്പരോട് സമാനമായ ഒരു പണ്ഡിതൻ വന്നിട്ടില്ല ഫീ ഹാദൽ അംരി, ഈ വിഷയത്തിൽ. വല്ലാഹു അഅലം. മനസ്സിലായില്ലേ? ഇമാം ദാറഖുത്നിക്ക് മാത്രമാണ് അവസാനം ഇത്ര വലിയ ശേഷി കിട്ടിയത്. ഏത്? മത്നുകളിലും സനദുകളിലുമുള്ളതായിരിക്കുന്ന മർത്തബൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കാനും വലിയ ഫഹ്മും വിശാലമാതായിരിക്കുന്ന ഹിഫ്ളും അതുപോലെ തന്നെ ഈ പറയുന്നതായ മാരിഫത്തൊക്കെ നൽകപ്പെട്ട മഹാന്മാർ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ദാറഖുത്നിക്ക് ശേഷം അങ്ങനത്തെ മഹാൻ വന്നിട്ടില്ല. പിന്നെ വമ്മ സൂഉൽ ഹിഫ്ളി, ഈ സൂഉൽ ഹിഫ്ളി എന്ന് പറയുന്ന കുഴപ്പം ഫഖാലു, ഈ മുഹദ്ദിഥീങ്ങൾ പറയുന്നു ഇന്നൽ മുറാദ ബിഹി, അതുകൊണ്ടുള്ള മുറാദ് അല്ലാ യകൂന ഇസാബത്തുഹു അഗ്ലബ അലാ ഖതാഇഹി, അവൻ്റെ തൊള്ളയിൽ നിന്ന് രണ്ടെണ്ണം വരും, കുറേ സ്വവാബും വരും ഹത്തവും വരും. അതിൽ നിന്ന് സത്യം സ്വവാബ് വരൽ പിഴവിനേക്കാൾ ഗാലിബ് ആകാതിരിക്കലാണ്. സ്വവാബ് രണ്ടെണ്ണം അവൻ്റെ തൊള്ളയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. 50 കാര്യം പറഞ്ഞു, അതിൽ 25 പിന്നെ 30 സ്വവാബാണ്, 20 എണ്ണം പഴയാണ്. അപ്പോഴും എന്ത് വരും എന്നാണത്? സൂഉൽ ഹിഫ്ള് പറഞ്ഞാൽ അല്ലാ യക്കൂന എന്ന് പറഞ്ഞാൽ ഇസാബത്ത് ആകാതിരിക്കലാണ്, അഗ്ലബ ആകാതിരിക്കലാണ്. അപ്പം ഒന്നുകിൽ കമ്മിയാണ് അല്ലെങ്കിൽ സമാസമാണ്, കണ്ടു വിടൂലേ? കൂടുതലാകാതിരിക്കലാണ് പറഞ്ഞാൽ അതാ. ഹിഫ്ളുഹു ഇത്ഖാനുഹു, അതുപോലെ തന്നെ ഹിഫ്ളും ഇത്ഖാനും ആകാതിരിക്കലാണ്. പിന്നെ അക്തറ മിൻ സഹ്വി വ നിസ്യാനിഹി, സഹ്വ നിസ്യാനേക്കാൾ അക്തറും ആകാതിരിക്കലാണ്. അതാ. പക്ഷേ അതിനും ഉദ്ദേശം ഇൻകാന ഖതൂഹു വ നിസ്യാനുഹു അഗ്ലബ മുസാവിയൻ, അവൻ്റെ പിഴവും മറവിയും സമമാണെങ്കിൽ, അല്ലെങ്കിൽ ഓലിബോ ആണെങ്കിൽ സവാബിഹി വിത്തുക്കാനി ഓരോന്നോരോന്ന് കാട്ടോ. ഖത്ത് സ്വവാബിനോട് സമാനമോ അകലബോ ആണെങ്കിൽ, അല്ലെങ്കിൽ നിസ്യാൻ ഇത്തുഖാനേക്കാൾ അകലവും മുസാബിയോ കാണുമെങ്കിൽ കാന ദാഖിലും ഫീ സൂഇൽ ഹിഫ്ളി, അവനെ കൈക്ക് കൂട്ടും, സൂഇൽ ഹിഫ്ളിക്ക് ആണ് കൂട്ടുമെന്ന്. ശരിക്കും പറഞ്ഞാൽ വല്ലപ്പോഴും കഴിവറ്റ കുഴപ്പമില്ല. ഫൽ മുഅ്തമദു അലൈഹി, അങ്ങനെ രണ്ടെണ്ണം അവൻ്റെ വായിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇത്തിമാദ് ചെയ്യപ്പെടുന്നത് സ്വവാബുഹു ഇത്ഖാനുഹു, സ്വവാബു ഇത്ഖാനുമാണ്, കസ്റത്തുഹുമാ കസീറായതുമാണ്. സൂഉൽ ഹിഫ്ളി, ഈ സൂഉൽ ഹിഫ്ള് എന്ന സംഗതി ഇൻകാന ലാസിമ ഹാലിഹി, അവന് ലാസിമുൽ ഹാലാണെങ്കിൽ എപ്പോഴും ചന്നിയുള്ളവർ പറയും പോലെ അങ്ങനെ പറയുകയാണെങ്കിൽ ഫീ സമീഇൽ ഔഖാത്തി, എല്ലാ സമയത്തും സൂഉൽ ഹിഫ്ള് തന്നെയാണെങ്കിൽ, ഇപ്പം മുദ്ദത്തി ഉംരിഹി, ആയുസിൻ്റെ പിന്നെ ഉംറിൻ്റെ മുദ്ദയിൽ മുഴുവനും എപ്പോഴും എന്ത് ചെയ്യാണ്? സൂഉൽ ഹിഫ്ള് തന്നെ കുഴപ്പമുള്ള ആളാണെങ്കിൽ അതീതിഹി, ഓൻ്റെ അതീതിന് എത്തിബാറിയേ അല്ല, ഒക്കെ അങ്ങനെ മറന്നങ്ങനെ പറയാ, പറ്റിയിട്ട് ഞാൻ പറഞ്ഞ പയച്ചത് ഇനി അങ്ങനെ പറഞ്ഞ ആളാണെങ്കിൽ പിന്നെ ഓൻ്റെ അതീതിനെ എന്ത് ചെയ്യുക പറയലോ. അപ്പോൾ എന്താ ബാദിൽ മുഹദ്ദിഥീന ഹൈലം ദാഖിലും ബിഷാദി, ചില മുഹദ്ദിഥീങ്ങൾ പറഞ്ഞത് ഇതിന് ഷാദിൽ പെട്ടതാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ എപ്പോഴും സൂഉൽ ഹിഫ്ളുമായിട്ട് തന്നെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ പിന്നെ അയാളെ ഹദീസിന് ഷാദ് എന്ന് പറയണമെന്നാണ്. വൈൻ തൊറ സൂഉൽ ഹിഫ്ള്, ഒരാൾക്ക് സൂഉൽ ഹിഫ്ള് പിന്നെ ഉണ്ടായതാണെങ്കിൽ 65 വയസ്സ് വരെയൊക്കെ നല്ല ഉഷാറായിനി, പിന്നെ ഇയാൾ ഇങ്ങനെ ചന്നി വരൽ തുടങ്ങി. ഞങ്ങളുടെ നാട്ടിൽ പറയും പ്രായമേറിയ ചന്നികളില്ലേ, ചന്നി അറിയില്ലേ, സണ്ണി എന്നാ ശുദ്ധമല്ല ആയിക്കട്ടെ. സൂഉൽ ഹിഫ്ള് ത്വാരി ആയാൽ ആയർലിൻ, എന്തോ ഒരു ആയർല് കാരണമായിട്ട്, എന്തോ ഒരു താൽക്കാലിക പ്രശ്നം കാരണമായിട്ട്, സാങ്കേതിക കാരണങ്ങളാൽ ഒരാൾക്ക് സൂഉൽ ഹിഫ്ള് ഉണ്ടായാൽ, എങ്ങനെ മിസ്ലി ഇഖ്തിലാലിൽ ഹാഫിള, ഇവൻ്റെ ഹാഫിള എന്നറിയുന്ന കുവ്വയിൽ എന്തോ ഒരു പ്രശ്നം വന്നു, എവിടെയോ ഞരമ്പിന് കേടുപറ്റി, ബിസബബി കിബരി സിന്നിഹി ഔ ദഹാബി വസരിഹി, ഒന്നുകിൽ പ്രായമേറിയ കാരണമായിട്ടോ ഔ ദഹാബി വസരിഹി, അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പോയതുകൊണ്ടോ, ഔ ഫവാത്തി കുത്തുബിഹി, അല്ലെങ്കിൽ കിതാബൊക്കെ ചതിപിടിച്ച് പോയതുകൊണ്ടോ. ചതിപിടിച്ചൊരു ഉദാഹരണം പറയട്ടെ, ഞാൻ 5 അധികാരത്തെ മൊക്കൊന്നും വേണ്ട അതിന്. പിന്നെ ഒന്നുകിൽ അവൻ്റെ കിതാബൊക്കെ പൗത്തായി, അല്ലെങ്കിൽ കാഴ്ച പോയി, അതല്ലെങ്കിൽ പ്രായമേറിയിട്ട്, ഇങ്ങനെയൊക്കെ പാടെ എന്നെ എന്ത് ചെയ്ത് എന്തോ കുഴപ്പത്തിനാൽ ഒരാൾക്ക് എന്നെ സൂഉൽ ഹിഫ്ള് പിന്നീട് ഉണ്ടായാൽ ഫഹാദ യുസമ്മ
മുഖ്തലത്തൻ. ആ ഹദീസിൻ്റെ പേരെന്താണ്? മുഖ്തലത്തായ ഹദീസ് എന്നാ പേര്. ഫമാറവ കബലൽ ഇഖ്തിലാലി. അപ്പോൾ ഇയാൾ ഈ ഇഖ്തിലാൽ വരുന്നതിൻ്റെ മുമ്പ് റിപ്പോർട്ട് ചെയ്ത് ഒരു ഇഖ്തിലാലി ഭംഗം വരുന്നതിൻ്റെയും കൂടിക്കലരുന്നതിൻ്റെയും മുമ്പ് റിപ്പോർട്ട് ചെയ്തത് മുത്തമയ്യിസൻ അമ്മാറവാഹു ബഅദൽ ആദിഹില്ലാലി. ഈ പറയുന്ന മാനസിക സ്ഥിതി വരുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തതിനെ തൊട്ട് ശേഷം റിപ്പോർട്ട് ചെയ്തതിനെ തൊട്ട് വേർതിരിഞ്ഞുകൊണ്ട് 65 വയസ്സിനാണ് ഇയാൾക്ക് ഈ കുഴപ്പം തുടങ്ങിയത്, അതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്താണ് ഇത്, അതിന് ശേഷം റിപ്പോർട്ട് ചെയ്താണ് ഇത്, ഇങ്ങനെ വേർതിരിഞ്ഞ് കാണുന്നുണ്ട് എങ്കിൽ കബുല കബുലു എന്നാ കുബില എന്നാൽ സ്വീകരിക്കപ്പെടുന്നതാണ്. വൈലം യതമയ്യസ് തൂക്കിഫ. ഇപ്പം അറിയില്ല എങ്കിൽ ഇത് ആണ് ഇത് അത് ഇഖ്തിലാലിന് മുമ്പുള്ളതാണോ ശേഷമുള്ളതാണോ വേർതിരിഞ്ഞ് അറിയില്ല എങ്കിൽ ഹദീസ് അവിടെ നിർത്തിവെക്കപ്പെടും. വൈനിസ്തബഹ ആ കൺഫ്യൂഷൻ ആണെങ്കിലും ഫക്കതാലിക്കാവുന്ന അപ്പോൾ നിർത്തിയേക്കണം, തീരുമാനം പറയാതെ നിർത്തിയേക്കണം. വൈ ഉജതി ആദിൽ കിസ്മി മുത്താബിയാത്തുൻ. ഇനി പോയി നിർത്തിച്ചേക്കാണല്ലോ നമ്മൾ. ഇനി ഈ കിസ്മിനിക്ക് മുത്താബിയാത്തും ഷവാഹിദ് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ലേ മുത്താബിയും ഷാഹിദും കിട്ടിക്കഴിഞ്ഞാൽ ഒരേ ഹദീസിൽ സ്വാബി എന്നാണ് പോയിരുന്നെങ്കിൽ എന്താ അറിയും? മുത്താബി എന്നറിയും. വേറെ സാഹബിയിൽ നിന്നാണെങ്കിൽ ഷാഹിദ് അറിയും. കേട്ടോ, ലഫ്ലുൽ മാനിയിലെത്താൻ അഹബു അറിയില്ലേ മിസ്ലിയാർ കൊടുക്കും. ആയിക്കട്ടെ, ഏതായാലും മുത്താബിയും ഷാഹിദും ഈ കിസ്മിനിക്ക് എത്തിക്കപ്പെട്ടാൽ തറക്ക ഹദീസ് മേപ്പോട്ട് കയറിപ്പോവും. ഈ മർത്തബി റദ്ദി മർത്തബ എന്ന റദ്ദ് എന്ന മർത്തബയിൽ നിന്ന് കയറും. എങ്ങോട്ട്? ഇലൽ കബൂൽ സ്വീകാര്യത എന്ന മർത്തബയിലേക്ക് കയറും. റുജ്ഹാൻ മുൻഗണനയുടെ മർത്തബയിലേക്കും കയറും. വഹാദാ ഹുക്കുമു അഹാദീസിൽ മസ്തൂർ. ഇത് തന്നെയാണ് മസ്തൂറിൻ്റെ ഹദീസിൻ്റെ ഹുക്കുമും. വൽ മുദല്ലിസിൻ്റെ ഹദീസിൻ്റെ ഹുക്കുമും. വൽ മുർസിലിൻ്റെ ഹദീസിൻ്റെ ഹുക്കുമും ഇങ്ങനെ തന്നെയാണ്. മസ്തൂർ കാരണം മുബഹിമേ കണ്ടു പറയല്ലേ.